പരാതിക്കാരിക്ക് സത്യമാണ് പറയുന്നുണ്ടെങ്കിൽ വരാൻ മടിയുണ്ടാകില്ല. പകരം കള്ളപ്പരാതികളാണെങ്കിൽ അവർക്ക് വരാൻ മടിയുണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പലതും വ്യാജ പരാതികളാണെന്ന് പറയാൻ കാരണം ഞാൻ 16 ദിവസം ജയിലിൽ കിടന്ന പരാതി അവസാനം ഹൈക്കോടതി ഞാൻ പറഞ്ഞ അതേ നിലപാടിലേക്ക് എത്തുന്നത് നിങ്ങൾ കണ്ടു കാണും. ഹൈക്കോടതി ഞാൻ എന്ത് പറഞ്ഞിട്ടാണോ ഞാൻ ജയിലിൽ പോയത് 16 ദിവസം കിടക്കേണ്ടി വന്നത്, അതേ നിലപാടിലേക്ക്, അതേ വാചകങ്ങളിലേക്ക്, അതേ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ജഡ്ജ്മെന്റ് തന്നെ പുറപ്പെടുവിച്ചതാണ്. അപ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ പ്രാഥമിക ഘട്ടത്തിൽ കള്ളം പറഞ്ഞ് പുരുഷന്മാരെ കുടുക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. അതോടൊപ്പം മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളത് ചെയ്യുമോ എന്നറിയില്ല, പക്ഷേ ഞങ്ങളുടെ അഭ്യർത്ഥന, കോടതി പ്രഥമ ദൃഷ്ടിയായെങ്കിലും ഈ കേസ് നിലനിൽക്കുമെന്ന് പറയുന്നത് വരെ ഈ പുരുഷന്റെ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്താതിരുന്നൂടെ? ഇത് കള്ളപ്പരാതിയാണെങ്കിലോ? ഈ അടുത്തിടയ്ക്ക് എറണാകുളത്തിനടുത്തുള്ള ഒരു ജില്ലയിലെ ഒരു പ്രത്യേക പൂജാരി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ടായി. ഒരു പ്രമുഖ പോലീസുകാരൻ അല്ലെങ്കിൽ പോലീസുകാരനായിരുന്ന ഒരു പ്രമുഖനായ വ്യക്തിക്കെതിരെ കേസുണ്ടായി. ഇതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയാമോ? ഇതിൻ്റെ എല്ലാം കേസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ നിങ്ങൾക്ക് പേടിപ്പിക്കുന്ന ഫാക്ട്സ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇവർക്ക് എന്താ സംഭവിക്കുക? 2 ആഴ്ച കഴിഞ്ഞ് ജാമ്യം കിട്ടുമായിരിക്കും. പക്ഷേ ജീവിതകാലം മുഴുവൻ ശിശുപീഡകൻ എന്ന പേരുമായിട്ട് അവർ ജീവിക്കേണ്ടി വരില്ലേ? അവരുടെ കുടുംബത്തിലും മക്കളില്ലേ? അവർക്ക് സ്കൂളിൽ പോകണ്ടേ? അവരുടെ കുടുംബത്തിലും കോളേജിൽ പോണ പിള്ളേർ കാണില്ലേ? നിന്റെ അച്ഛൻ പീഡകനല്ലേടാ എന്ന് ചോദിക്കുന്നത് അവരെ കേൾക്കേണ്ടി വരില്ലേ? അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾക്ക് അയാളുടെ പേര് ആരുടെ ആണെങ്കിലും, ഇത് പോലീസുകാർക്കും പ്രമുഖ ആൾക്കാർക്കും ഇതാണ് ഗതി എങ്കിൽ സാധാരണക്കാരുടെ ഗതി നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ റിക്വസ്റ്റ് ആണ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പുരുഷ കമ്മീഷനിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ നിങ്ങളുടെ കയ്യിൽ ഒരുപക്ഷെ കിട്ടിക്കാണും. ഒന്ന് ഓർത്തു നോക്കുക, 1 വർഷമായി കേരള നിയമസഭയിലുള്ള ബില്ലാണിത്. 1 വർഷമായിട്ട് കേരള നിയമസഭയിലുള്ള, ഇത് രാഹുൽ ഈശ്വർ പ്രിന്റ് ചെയ്തതല്ല, കേരള നിയമസഭ പ്രിന്റ് ചെയ്ത ബില്ലാണ്. പക്ഷേ ഇത് അവതരിപ്പിക്കാതിരിക്കുന്നതിന്റെ കാരണം മാധ്യമങ്ങൾ ഞങ്ങളെ സ്ത്രീവിരുദ്ധരാണെന്ന് ചിത്രീകരിക്കുമെന്ന് പേടിച്ചാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ഓരോരുത്തരിലേക്കും പോവാം, പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. കള്ളം പറഞ്ഞ് സ്ത്രീപക്ഷം നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട്. വ്യാജമായി കള്ളം പറഞ്ഞുകൊണ്ട്, അവാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീപക്ഷത്തിന്റെ കയ്യടി ലഭിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. വിധി വന്ന കേസായോണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീ ദിലീപിന്റെ അടക്കമുള്ള കേസുകൾ ഒന്നെടുത്ത് വായിച്ചു നോക്കണം. അതിൽ കോടതി വിധിയിൽ പറയുന്നത് പോലീസ് ഷെയിംലെസ് ആയി പെരുമാറി എന്നാണ്. ഉളുപ്പും മാനവും നാണവും ഇല്ലാതെ പോലീസ് പെരുമാറി എന്ന് കോടതി വിധിയിൽ ഈ വാക്കുകൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ TV ചാനൽ ചർച്ചയെ പറയുന്നതല്ല, കോടതി വിധിയിൽ എടുത്തെഴുതിയിരിക്കുന്നതാണ്. പോലീസ് ഒരു പ്രത്യേക ആളുടെ പേരും പറയുന്നുണ്ട്, ആരാന്നറിയായിരിക്കും, ഇനി ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പുരുഷനാണെങ്കിലും പറയുന്നില്ല. പോലീസ് ബിഹേവ്ഡ് ഷെയിംലെസ്ലി, നാണമില്ലാത്ത രീതിയിൽ പോലീസ് ഇയാളെ കൊടുക്കാൻ പെരുമാറിയെന്ന് കോടതി വിധിയിൽ 8 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം എഴുതി വെക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഈ പുരുഷന് നഷ്ടപ്പെട്ട ജീവിതം ആര് കൊടുക്കും? ശ്രീ ദിലീപിനും ശ്രീ ഉമ്മൻചാണ്ടിക്കും ഒന്നും നീതി കിട്ടാത്ത ഈ നാട്ടിൽ നമുക്ക് ആർക്കെങ്കിലും നീതി കിട്ടുമെന്നോ? നമുക്കെതിരെ ഒരു വ്യാജ പരാതി, ഇവിടെ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നവരോ പേനയായിട്ട് എഴുതാനിരിക്കുന്നവർക്കോ നമുക്കെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ എന്തായിരിക്കും നമ്മുടെ ഗതി എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ജോലി പോവും, ശമ്പളം പോവും, ജീവിതം പോവും, ജീവിതകാലം മുഴുവൻ നീ പീഡകനല്ലേ എന്ന് കേൾക്കേണ്ടി വരും. പിന്നീടൊരു ജോലി കിട്ടില്ല. പോരാട വ്യാജ പരാതിയിൽ തീരാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന ബോധ്യത്തിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഓരോരുത്തരുടെയും 1 മിനിറ്റ് എടുത്തതിന് ശേഷം നിങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇതുകൊണ്ടാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ ഷമീന മാഡം ആയിരിക്കും ക്യാമ്പുകൾ നയിക്കുക. മാഡം ഒരു മനഃശാസ്ത്ര രംഗത്തെ വിദഗ്ധയാണ്, ഒരുപാട് ഇത്തരം ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അഡ്വക്കേറ്റ് സ്നേഹയുണ്ട്, യഥാർത്ഥത്തിൽ വിക്ടിമും അതിജീവകനുമാണ് നമ്മുടെ മുകേഷ് അടക്കമുള്ള ആൾക്കാർ. ഹോമി സാപ്പിനെ കുറിച്ചും പറയും. എനിക്ക് തോന്നുന്നു ഷമീന മാഡം, മാഡത്തിന്റെ 1 മിനിറ്റ് എടുത്തിട്ട് തുടങ്ങാം. ഞങ്ങൾ മൈക്ക് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നമസ്കാരം. നിലവിൽ ആദ്യമേ പറയട്ടെ, നമ്മൾ എവിടെയാണ് അതിക്രമങ്ങൾ വരുന്നത്, സംരക്ഷണം വേണ്ടത്, ആ ഭാഗത്തെ മുൻനിർത്തിയിട്ടാണ് നമ്മുടെ ചർച്ചകളുടനീളം പോകുന്നത്. ഇതിൽ ഫെമിനിസമാണോ മെന്നിസമാണോ എന്നുള്ള ചർച്ചക്കല്ല, മാനസിക ആരോഗ്യ രംഗത്ത് മുതൽക്കൂട്ടാകുക. പുരുഷന് എത്രത്തോളം സൂയിസൈഡൽ ആക്റ്റുകളും മറ്റുള്ളതും വരുമ്പോൾ റെസ്പോൺസിബിലിറ്റിയും ഫൈറ്റൊക്കെ കൂടുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം മാനസികാരോഗ്യ രംഗത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലെയുള്ളവർ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ഡാറ്റകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 2024-25 വരെ വന്ന ബില്ല് പ്രകാരം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അവിടെയാണ് നമ്മുടെ വർക്ക്. വളരെ വിദഗ്ധമായിട്ട് പറയട്ടെ,
എവിടെയാണ് അതിക്രമം നേരിടുന്ന വ്യക്തികളുള്ളത് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനുള്ള ഇടങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പല ബില്ലുകൾ വന്നത് പാസ്സായി. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ബില്ലുകൾ വന്നത് പാസ്സായി. സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുന്ന സമയത്ത് ലാസ്റ്റത്തെ ഒരുപാട് കണക്കുകളുണ്ട്. NCRBയുടെ കണക്കുകളൊക്കെ നോക്കുമ്പോഴും പുരുഷനെതിരെ വരുന്ന പല കേസുകളും വ്യക്തിഹത്യയും തേജോവധമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റിവീൽ ചെയ്യപ്പെടുന്നത്. അപ്പോഴേക്കും നമ്മളുടെ ആരോഗ്യം, മാനസികാരോഗ്യം എന്ന് പറയുന്നത് വ്യക്തികൾക്ക് അധിഷ്ഠിതമാണ്, വ്യത്യസ്ത തരമാണ്. എല്ലാവർക്കും ഇതിൽ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ പുരുഷൻ എന്ന് പറയുന്നത് കേന്ദ്രബിന്ദുവായിട്ട് ശക്തിയുടെയും സഹനത്തിൻ്റെയും വക്താവ് എന്ന് പറയുമ്പോഴും അവരിലും എല്ലാ കാറ്റഗറിയിലും ഉൾപ്പെടുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു കമ്മീഷൻ ഉണ്ടാക്കുന്നത്. ഇടങ്ങൾ എല്ലാവർക്കും ഉള്ളതാവട്ടെ, സംസാരിക്കാനുള്ള അവകാശങ്ങളും സംരക്ഷണവും, ഈക്വാലിറ്റി സംസാരിക്കുമ്പോൾ, സമത്വം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവരുടെ കാര്യങ്ങളും പറയാനുള്ള ഒരവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മളിത് തുടങ്ങുന്നത്. അത് വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗം കൂടിയാണ്. സമൂഹത്തെ നന്നാക്കുന്നതിന് എല്ലാവരുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന്. അതിനോടൊപ്പം തന്നെ രാഹുൽ ഈശ്വർ അദ്ദേഹം സംസാരിച്ച പോലെ തന്നെ സംസാരിക്കാനുള്ള ഒരു ഇടം വ്യക്തിക്ക് നൽകുക എന്നുള്ളത് നിയമത്തിൽ നിർബന്ധമാണ്. പലപ്പോഴും പല കേസുകൾ, ഇപ്പോൾ പോക്സോ കേസുകളായിക്കോട്ടെ, നമ്മൾ ഇതിനൊന്നും എതിരല്ല. പോക്സോ ഒക്കെ നമ്മൾ എല്ലാവരെയും സംരക്ഷിക്കാനുള്ള നിയമങ്ങളാണ്. പക്ഷേ പലപ്പോഴും ഇതിനെ തെറ്റായ രൂപത്തിൽ കൊണ്ടുകിട്ടുമ്പോൾ കണക്കുകൾ പ്രകാരം 2036, ഇപ്പോൾ ലാസ്റ്റ് 936 നിന്ന് 226 കേസുകൾ കെട്ടിച്ചമച്ചതാണെന്ന് പറയുമ്പോൾ ഈ 236 ആളുകൾ വിക്റ്റിമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള കമ്മിറ്റികളുള്ള പോലെ തന്നെ ഇവർക്കും സംസാരിക്കാനുള്ള കമ്മിറ്റികൾ ഉണ്ടാവട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ഒരു കേസ് വരുമ്പോഴേ അവരെ അങ്ങ് നമ്മൾ മാധ്യമങ്ങളൊക്കെ, ആദ്യകാലത്തെ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വിവര സ്വാംശീകരണം എന്നാണ് പറയുക. ഇപ്പോൾ എന്തുകൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് എഴുത്തുകളുടെ ശൈലി മാറിപ്പോകുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വ്യക്തിയുടെ എല്ലാം നഷ്ടപ്പെട്ടത് കഴിഞ്ഞിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാൻ പോലും ആളില്ല. അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് പ്രാധാന്യമുണ്ട്, എന്നാൽ യഥാർത്ഥ സത്യങ്ങൾ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വളർന്നു വരുന്നൊരു ജനതയ്ക്ക് പോലും പ്രാധാന്യം നഷ്ടപ്പെടുകയാണ്. തിരിച്ചറിവ് എന്നുള്ളതും സത്യം എന്നുള്ളത് പറയുന്നതും തോറ്റുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള രംഗത്തൊക്കെ ഒരു കേസ് വരുമ്പോൾ ഒരു പ്രാഥമിക ഘടനയെങ്കിലും ആദ്യം തന്നെ ഒരാൾക്ക് സംസാരിക്കാൻ, അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കാനുള്ളൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ, തിരിച്ച് ഇതുപോലെ തന്നെ നിയമമാണല്ലോ, സംരക്ഷണമാണല്ലോ, അല്ലെങ്കിൽ സമത്വമാണല്ലോ നമ്മൾ വാദിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും അതേ പരിഗണന ലഭിക്കണം. അത്രമാത്രമാണ് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനുള്ളത്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഇത് ഒരിക്കലും സ്ത്രീകൾക്കെതിരെ ഉള്ള ഒരു കാര്യമല്ല. അങ്ങനെ ആരും ഇതിനെ വ്യാഖ്യാനിക്കരുത്. എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തികൾ ഇതിനെല്ലാം കാണുന്നത് ഇത് സ്ത്രീകൾക്കെതിരെയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് എന്ന രീതിയിലാണ്. അങ്ങനെയല്ല. ഇപ്പം എനിക്ക് വരുന്ന പല കേസസിലും കുടുംബ ബന്ധങ്ങൾ തന്നെ, ഈ മക്കളുണ്ടെങ്കിൽ മക്കളെ കരുവാക്കിക്കൊണ്ട് അച്ഛനെതിരെ തന്നെ പോക്സോ കേസുകൾ കൊടുക്കുക, അവർക്ക് കേസുകൾ വിജയിക്കാനുള്ള വെറും ഒരു ഉപാധിയായിട്ട് ഭർത്താക്കന്മാരെ കാണുക. ഇതിനൊക്കെ വ്യാജ കേസുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമാക്കുന്നത്. അവരുടെ ജീവിതം ഈ പറഞ്ഞ വ്യാജ കേസുകൾ കൊണ്ട് നശിക്കാൻ പാടില്ല എന്നത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു കേസ് വരുമ്പോൾ ആദ്യം തന്നെ അവർ പാനിക്കാവും. എൻ്റെ മുഖച്ഛായ നഷ്ടപ്പെടും, എൻ്റെ ജീവിതം നഷ്ടപ്പെടും. അതല്ല, അവർക്ക് കേൾക്കാനൊരിടം, അല്ലെ അവരെ സംരക്ഷിക്കാനൊരു, തെറ്റ് ചെയ്യുന്ന ആരെയും ഈ സംഘടന സംരക്ഷിക്കത്തില്ല എന്ന് കൂടി ഞാൻ പ്രത്യേകം പറയുന്നു. അങ്ങനെ ഒരു കാര്യം ഇതിനകത്തില്ല. എപ്പോഴും നീതി എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സ്ത്രീകൾക്കും എതിരെ അല്ല ഇത്. എല്ലാ ആണുങ്ങൾക്കും ഒരു പ്ലാറ്റ്ഫോമാണ് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനും അതിന് ഒപ്പം നീതിപരമായിട്ട് അവരോടൊപ്പം സഞ്ചരിക്കാനുമാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. നമസ്കാരം. രാഹുൽ പറഞ്ഞ പോലെ ഈ കാര്യത്തിൽ ഞാനൊരു അതിജീവിതനാണ്. വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ കേസിൽ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നതിൽ പക്ഷേ ഉള്ളിൽ നമുക്ക് വിഷമമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും 25,000 രൂപയാണ് എന്നോട് ചോദിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാമെന്നുള്ള കാശ് എൻ്റെ വക്കീൽ പോലും ചോദിച്ചു, കൊടുക്കാമായിരുന്നില്ലേ, എന്തിന് ഇത്രയും ബുദ്ധിമുട്ടിയെന്ന് ചോദിച്ചു. എൻ്റെ വക്കീൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആദ്യം ചോദിച്ചു, വെറും 25,000 രൂപയിൽ ചോദിച്ചുള്ളൂ, നിങ്ങൾ കള്ളുപിടിച്ച് കളയുന്ന കാശ് പോലും ആവുന്നില്ല, നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വാശിയായിരുന്നു. ഞാൻ പറഞ്ഞു 25 പൈസ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. 25 പൈസ തരത്തില്ല, നീ കേസുമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ എന്നോട് ഈ കാശ് ചോദിക്കുന്നതിൻ്റെ, കുട്ടിയും കുട്ടിയുടെ അമ്മയും കാശ് ചോദിക്കുന്നതിൻ്റെ ഓഡിയോ ഒക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്നിരുന്ന് നിങ്ങളത് സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പോൾ അത്തരം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഇപ്പം ദീപകിൻ്റെ കേസ് തന്നെ ഒരു പബ്ലിസിറ്റിക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയൊക്കെയാണ് ഇപ്പോഴത്തെ കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം കേസുകൾ വരുമ്പോൾ രാഹുൽജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ ഒരു കേസ്, എനിക്കൊരു FIR എനിക്ക് എഗൻസ്റ്റ് വന്നപ്പോൾ പ്രധാനമായ എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഗംഭീരമായ വാർത്ത വന്നു.
അതിനുശേഷം എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പോക്സോ കേസുകളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുകയാണ് ഇതുപോലൊരു കേസിൽ. ഫസ്റ്റ് എൻ്റെ അഡ്വക്കേറ്റ് പ്രസൻറ്റ് ചെയ്തു, കാരണം പ്രൂഫുകൾ ഉണ്ടായിരുന്നുണ്ട്, മെറിറ്റുള്ള എൻ്റെ സൈഡിൽ മെറിറ്റുള്ള കേസായിട്ട് എനിക്ക് കിട്ടി. അതിനുശേഷം പോലീസ് ഒരു റിപ്പോർട്ട് കോടതിയിൽ ഈ കേസിനെ അന്വേഷിച്ചിട്ട് കൊടുക്കും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാർജ് ഷീറ്റ് എന്ന് പറയും. ആ ചാർജ് ഷീറ്റ് പോലും പോലീസ് ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ കൊടുത്തത്. കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പം അത്തരത്തിൽ ഞാൻ ഫൈറ്റ് ചെയ്ത് ജീവിച്ചത്. കാരണം എനിക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് ആ കേസിൽ നിന്ന് ഒഴിവാവാമായിരുന്നു. കാരണം പെൺകുട്ടി വെറും 25,000 രൂപ എന്നോട് ചോദിച്ചുള്ളൂ. പെൺകുട്ടിയുടെ അമ്മയും കൂടെ ചേർന്നിട്ട് ചോദിച്ചതാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ കഴിയുമെങ്കിൽ ഈ ബൈറ്റ് കാണിക്കണം. കാരണം ആർക്കെതിരെയെങ്കിലും ഇതുപോലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ദയവ് നിങ്ങൾ ആരും പൈസ കൊടുക്കരുത്. ഫൈറ്റ് ചെയ്യണം, ഫൈറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യണം. എനിക്കതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ 1-2 ദിവസം വാർത്തകൾ വന്നു, അതൊക്കെ ശരിയാണ്. തിരിച്ച് തെളിഞ്ഞപ്പോൾ അതിൻ്റെ വാർത്തകൾ കുറവായിരുന്നു വന്നു. പക്ഷേ എങ്കിലും കൂടിയും നമ്മൾ ഫൈറ്റ് ചെയ്ത് ഇതുപോലുള്ള പൈസയ്ക്ക് വേണ്ടി ചോദിക്കുന്ന ആൾക്കാർക്ക് വശംവദരാകരുത് എന്നുള്ളൊരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം, അതുപോലെ ഇപ്പം ആണുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആപ്പും കൂടെ, ഹോംബീസ് എന്ന് പറഞ്ഞൊരു ആപ്പും കൂടെ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. ആ ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ഹോമീസ് ആപ്പിലൂടെ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സൊല്യൂഷനും ഉണ്ട്. നിയമ സഹായമുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവും. നമ്മളൊക്കെ, ഞാനും രാഹുലൊക്കെ ഇന്നിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിൽ വരുന്നത്, നമ്മൾ വരുന്നത് ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, ഇത് വന്നത് വേറെ ആൾക്കാർ. നമ്മൾ ഓൾറെഡി ഒരു കേസിൽ പെട്ടു, ഇനി ഇതുപോലെ ആരും പെടാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ, ഇനിയൊരു മുകേഷ് നായർ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടാണ്. നിങ്ങളെല്ലാവരും ആ ഒരു കാര്യത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്. കാരണം ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴും ആർക്കും എപ്പോഴും ഉണ്ടാകുന്നുള്ളൊരു കാര്യമാണിത്. ഭയങ്കരമായിട്ട് സംഭവിക്കുന്നുള്ളതാണ്. സെയിം എനിക്ക് എതിരെ വന്ന വ്യാജ പോക്സോ കേസ് സെയിം എൻ്റെ മകളുടെ പ്രായമുള്ള ഏജുള്ള പെൺകുട്ടിയുടെ അമ്മ അവരും കൂടി ചേർന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? എനിക്ക് എൻ്റെ കയ്യിൽ ഭാഗ്യത്തിന് അതിൻ്റെ ഓഡിയോ മൊബൈലിൽ ഉണ്ടായിരുന്നതുകൊണ്ട്, ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാനും കുറ്റവാളിയാണ്. 20 വർഷമോ 25 വർഷമൊക്കെയാണ് മിനിമം വിധിക്കുന്നത് ശിക്ഷ. ഞാനും ജയിലിൽ പെട്ടുപോയേനെ. അപ്പം നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഫൈറ്റ് ചെയ്യാൻ തന്നെ, ഇത്രയൊക്കെ സഹിച്ച് ഫൈറ്റ് ചെയ്യാൻ തന്നെ ഉള്ള കാരണം, ഇനി ആർക്കും ഇതുപോലുള്ള വ്യാജ പോക്സോ കേസിൽ ഇനി ഒരാളും പെടരുത്. ഇനി ആരും ഇതുപോലെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പെടരുതെന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യണം. നമ്മളൊരു ഹമ്പിൾ റിക്വസ്റ്റാണ്. താങ്ക് യു. മുകേഷ് പറഞ്ഞാൽ ഏറ്റവും പ്രധാന ഒരു കാര്യമേ, ഇന്ന് 25,000 ചോദിച്ചാൽ നാളെ 25 ലക്ഷം രൂപ ചോദിക്കും. ഇന്ന് 25,000 ആയിരിക്കും ചോദിക്കുന്നത്. ആ കുട്ടിക്ക് എന്തോ ആവശ്യം വന്നു, 25. നമ്മുടെ ഒരു പ്രമുഖ MLA, ഭരണപക്ഷയിലെ MLA, അദ്ദേഹം എന്നെ വീട്ടിലേക്ക് വിളിച്ചാണ്, ആളുടെ പേര് പറയുന്നില്ല, ഇതേപോലെ അദ്ദേഹത്തോട് 10 ലക്ഷമാണ് ചോദിച്ചത്. ചേട്ടാ എൻ്റെ മോൾക്ക് പഠിക്കണം, ആരാന്ന് പറയുമ്പോൾ മനസ്സിലാവും, എൻ്റെ മോൾക്ക് പഠിക്കണം, 10 ലക്ഷം രൂപ വേണമെന്ന്. അപ്പം ചേട്ടാ ഇദ്ദേഹം ചോദിച്ചു, ഈ MLA ചോദിച്ചു, ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് 10 ലക്ഷം തരണം? ഇല്ല, എനിക്ക് വേറെ വഴിയൊന്നുമില്ല, നിങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ആലോചിച്ച് നോക്കുക, നാളെ അത് നിങ്ങളോടാണെങ്കിലോ, ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ വിളിച്ച് ചോദിക്കുകയാണ്. മുകേഷിന്റെ ഭാഗ്യം അതിന്റെ വോയിസ് നോട്ടും ചാറ്റ്സും ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ മുകേഷ് ഇപ്പോൾ ഇവിടെ കാണൂല. ഒന്നെങ്കിൽ 80 ദിവസം അല്ലെങ്കിൽ 90 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം ചിലപ്പം ജാമ്യം കിട്ടിയില്ലെങ്കിലായി. ട്രയൽ സ്റ്റേജിൽ തെളിവൊന്നുമില്ലല്ലോ. പിന്നെ പോലീസുകാർ സ്ത്രീപക്ഷത്ത് വേണ്ടി എന്ത് കള്ളവും പറയും. നമ്മുടെ പോലീസിന്റെ പ്രത്യേകത ഏതാണ്? സ്ത്രീപക്ഷം എന്ന പേര് കിട്ടാൻ വേണ്ടി എന്ത് കള്ളം പറയാനും പോലീസിനൊരു മടിയിൽ. അപ്പൊ ആ രീതിയിൽ മുകേഷ് ഒരു ആൽബത്തിൽ അഭിനയിച്ചു. ആ ആൽബത്തിൽ ഈ പെൺകുട്ടി ഒരു ഭാഗമായിരുന്നു. ഇത്രയും ജീവിതത്തിൽ ബന്ധം പോലും ഉള്ളൂ. ഈ വ്യക്തിയാണ് അങ്ങനെ 25,000. നാളെ ഇത് നമുക്കാർക്കും വരാം, ഇത് നിങ്ങൾക്കോ എനിക്കോ പറ്റാം എന്ന തിരിച്ചറിവുണ്ടെങ്കിലേ ഇത് പറ്റൂ. അങ്ങനെ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരാളാണ് ജോയ് സാർ. ജോയ് സാറിനെ കൂടെ കഴിഞ്ഞ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോയ് അർക്കൽ. ഇവിടെ ഞാൻ കാണുന്നത് ഈ പുരുഷാവകാശ പ്രശ്നങ്ങൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും അത് സ്ത്രീവിരുദ്ധം എന്നൊരു ചാപ്പ കുത്തി തരുന്നുണ്ട്. പുരുഷൻ്റെ അവകാശങ്ങൾ പറയാൻ പോലും പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു 3 വർഷം മുമ്പ് കായംകുളത്ത് ന്യൂസിലാൻഡിൽ നിന്ന് വന്ന ബൈജു രാജു എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തം മകളെ കാണാൻ സാധിക്കാതെ 498 കേസ്, ഭാര്യ 498 കേസ് കൊടുക്കുന്നു. ന്യൂസിലാൻഡിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അന്ന് ഇതുപോലെ തന്നെ വലിയൊരു ബഹളം ഉണ്ടായി. മാധ്യമങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് വളരെയധികം സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം അതങ്ങ് കെട്ടിളഞ്ഞു. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ദീപകിൻ്റെ കേസ്. ഓരോ പുരുഷനും ഇതുപോലെ ആത്മഹത്യ ചെയ്ത് അതൊരു വാർത്തയാവുമ്പോൾ മാത്രമാണ് പുരുഷന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ മൗലിക അവകാശങ്ങൾ എന്ന് പറയണം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. നമ്മളിപ്പോൾ പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ മിനിറ്റിലും 4 പുരുഷന്മാർ വീതം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കാനോ അത് ചുരുക്കം പറഞ്ഞാൽ സ്ത്രീകളുടെ 3 ഇരട്ടി പുരുഷന്മാർ, അതും ദാമ്പത്യ പ്രശ്നങ്ങൾ മൂലമാണെന്നുള്ളത് മനസ്സിലാക്കണം. കുടുംബ പ്രശ്നം മൂലം NCRBയുടെ കണക്കുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ മൂലം ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരെ സഹായിക്കാനായിട്ട് ഇന്ന് യാതൊരുവിധ ഗവൺമെൻറ് സംവിധാനങ്ങളും നിലവിലില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് അതിന് പകരമായി ധാരാളമുണ്ട്, അതെല്ലാം ആവശ്യമാണ്, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അതോടൊപ്പം പുരുഷന്മാരെ കൂടെ ഒന്ന് പരിഗണിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നമ്മൾ ഈ ഇദ്ദേഹം ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കാര്യം, ഈ വ്യാജ പരാതി കൊടുക്കുന്ന വ്യക്തികളുടെ മെയിൻ ഉദ്ദേശം തന്നെ നിങ്ങളെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക എന്നുള്ളതാണ്. നെയിം ആൻഡ് ഷെയിം ചെയ്യുക സമൂഹത്തിൽ. അതിലൂടെ അവരെ പ്രതികാരം തീർത്തു കഴിഞ്ഞു. കേസിന് പോലും പിന്നെ അവർ പോകുന്നില്ല. ആദ്യം കൊടുക്കുന്നൊരു കംപ്ലൈൻറ്റ്, അത് ഒരു ഒച്ചപാട് ബഹളം ഉണ്ടാക്കുന്നു, ഒരു വീഡിയോ ചെയ്യുന്നു, കഴിഞ്ഞു. അപ്പോൾ മാധ്യമങ്ങൾ, എൻ്റെ അറിവിൽ സത്യത്തിൽ അത് ഹൈക്കോടതിയുടെ മറ്റോ ഒരു ഡയറക്ഷൻ ഉണ്ട് അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ മാധ്യമങ്ങൾ അത് ഫോളോ ചെയ്യുന്നില്ല, കോടതിയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഇംപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അതിജീവിതൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ആരോപണ വിധേയനായ വ്യക്തിയുടെ ഐഡന്റിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഇവിടെ കേസുകൾ ചുരുങ്ങിയത് ഒരു 60% കുറയും. അതിലൂടെ കോടതിക്ക് സാമ്പത്തിക ലാഭം, നാടിന് സാമ്പത്തിക ലാഭം, വളരെയധികം വ്യക്തികൾക്ക് സാമ്പത്തിക ലാഭം മാത്രമല്ല മാനസികമായും പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം ഞങ്ങളുടെ ഒരു വലിയൊരു ആവശ്യം കൂടി പറയാണ്, നിങ്ങളുടെ മുന്നിൽ അപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ വെക്കുകയാണ് ഞങ്ങൾ, ഈ കേസ് വരുമ്പോൾ തന്നെ ഈ ഇര എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീയുടെ ഉദ്ദേശം ഈ വ്യക്തിയെ സമൂഹത്തിൽ നാറ്റിക്കുക എന്നുള്ളതാണ്. ആ ഉദ്ദേശം നടന്നു കഴിഞ്ഞാൽ ആ കേസിൽ നിന്ന് ഒരു പിന്മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് പോക്സോ കേസുകളുടെയൊക്കെ കൺവിക്ഷൻ റേറ്റ് നിങ്ങൾക്കറിയാം 4% മറ്റാണ്. അത്രയും പരിതാപകരമാണ്. പോക്സോ കേസുകളൊക്കെ പറയുകയാണെങ്കിൽ കുറേ അധികം പറയാനുണ്ട് നമ്മുടെ കയ്യിൽ. അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ലേറ്റ് ആകും. വളരെ വളരെ എന്താ പറയുക, മോശമായ രീതിയിൽ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് ആണുങ്ങൾക്കെതിരെ, സ്വന്തം പിതാവിനെതിരെ വരെ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, അധ്യാപകനെതിരെ കൊടുത്തിരിക്കുന്നു, ഇൻവിജിലേറ്റർക്കെതിരെ കൊടുത്തിരിക്കുന്നു, സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്കെതിരെ. എന്തിനാ നമുക്ക് നമ്മുടെ അതിർത്തി തർക്കം വന്നാൽ, ഒരു അതിർത്തി തർക്കം ഇപ്പോൾ തൃശ്ശൂർ ഉണ്ടായതാണ്, ഡൊണവീടിൻ്റെ അടുത്തുണ്ടായതാണ്. അതിർത്തി തർക്കം വന്നാൽ വരെ പോക്സോ കേസ് ഇപ്പോൾ അനാവശ്യമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, ആ വ്യക്തിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാനക്കേട്, പിന്നെ ഉണ്ടാകുന്ന സാമ്പത്തികവും മാനസികമായ പ്രശ്നങ്ങൾ അത് നേടിക്കഴിയുമ്പോൾ അവരത് നിൽക്കുന്നു. അപ്പോൾ ദയവായി നിങ്ങൾ അതിൽ നിന്നെല്ലാം പിന്മാറാൻ അപേക്ഷിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ആപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് സാദിഖ് പറയും, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതെല്ലാം വിശദീകരിക്കുന്നത്. നേരത്തെ ജോയ് സാറ് പറഞ്ഞ പോലെ കൃത്യം കണക്ക് പറഞ്ഞാൽ ഓരോ 4.5 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നു. 11 മിനിറ്റിലാണ് NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ 4.5-5 മിനിറ്റിൽ ഒരു പുരുഷൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ഓരോ 11 മിനിറ്റിലുമാണ് ഒരു സ്ത്രീ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ തെറ്റാണ്. പക്ഷേ സ്ത്രീകളുടെ 2.5 ഇരട്ടി ശതമാനം നിങ്ങൾക്ക് ഈസിയായി ഗൂഗിൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ കഴിയും. 2.5 ഇരട്ടിയുണ്ട്. കേരളത്തിൽ തന്നെ നോക്കിയാലും ആത്മഹത്യകളുടെ അനുപാതത്തിൽ പുരുഷന്മാർ വളരെയധികം കൂടുതലാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അതിജീവിതന്മാർക്കെല്ലാം ഉള്ളൊരു അത്താണിയായിട്ടാണ് ഈ ആപ്പ്, ഹോമീസ് ആപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്ന് എണീച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ ആപ്പ് നമ്മൾ നോക്കുന്നത്, ആ ആപ്പിനെ ജസ്റ്റ് ഒന്ന് സാധിക്കപ്പെടുത്തുള്ളൂ. ഇങ്ങനെ ഒരു ആപ്പ് കൊണ്ടുവരികയും ആ ആപ്പിലൂടെ അതിജീവിതന്മാർക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അതിജീവിതകൾക്കും തീർച്ചയായും കൊടുക്കണമെന്നുള്ള അഭിപ്രായം. അതിജീവിതകൾക്ക് ഒരുപാട് അങ്ങനെ സംരക്ഷണമുണ്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് അതിജീവിതന്മാർക്ക് വേണ്ടി ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഒരു ആപ്പ് ഉണ്ടാകുക. ആ അതിജീവിതന്മാർക്ക്, പുരുഷന്മാർക്ക് അവരുടെ പ്രശ്നങ്ങൾ അനോണിമസ് ആയിട്ടടക്കം ഇതിൽ വരാനും ഇതിൽ സഹായം സീക്ക് ചെയ്യാനും ഇതിൽ എക്സ്പേർട്ട് ഹെൽപ്പ് എടുക്കാനും അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. രണ്ട് ഡൊമൈൻസിലാണ്. സൈക്കോളജി അഥവാ മനഃശാസ്ത്രപരമായ ഒരുപാട് പേര് തകർന്നു പോകുന്നുണ്ട്. മനഃശാസ്ത്രപരമായ
സപ്പോർട്ട്, അതോടൊപ്പം നിയമപരമായ സപ്പോർട്ട്. നിയമത്തിൻ്റെ ഫ്രണ്ടിൽ വരുമ്പം പലരും പകച്ചു പോകുന്നുണ്ട്. അപ്പോൾ മനഃശാസ്ത്രപരം, നിയമപരം എന്ന രീതിയിൽ ഇവർക്ക് ഓരോ ഘട്ടത്തിലും ഈ ആപ്പിൻ്റെ വ്യത്യസ്തമായ സേവനങ്ങൾ എടുക്കുകയും വ്യത്യസ്തമായ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാം. സാദിക്കും കൂടെ സാദിക്കിൻ്റെ കൂടെ ഒരു സെക്കൻഡ് ഒന്നുണ്ട്. ഈ ലീഗൽ അസിസ്റ്റൻസ് ഇവിടെ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ തകർന്നു പോകുന്നൊരവസ്ഥയുണ്ട്. നിയമപരമായിട്ട് എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. ആരെ കാണണം, എന്ത് ചെയ്യണം, ആകെ പരിഭ്രമിച്ച് വളരെ തകർന്നു പോകുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ കരിക്കുലത്തിൽ നിയമത്തിൻ്റെ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങളെങ്കിലും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. നമ്മൾ 10 വരെ പഠിക്കുമ്പോൾ നമുക്ക് അറിയാം, കണക്കുണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്നിവിടെ ജീവിതത്തിൽ നമുക്ക് വളരെ വേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ആ നിയമപരമായ ഒരു അജ്ഞത ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കരിക്കുലത്തിൽ അതുകൂടെ ഒന്ന് കുറച്ചും കൂടെ ഭംഗിയായി അടിസ്ഥാന പറഞ്ഞ LLB ലെവലിലുള്ളതല്ലെങ്കിലും ബേസിക്കായിട്ട് എന്തൊക്കെ ചെയ്യണം, നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ആപ്പിനെ കുറിച്ച് സാദിക്ക് സംസാരിക്കും. ഓക്കെ. സോ ഹോമീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആപ്പ് ഫോർ ആണുങ്ങൾക്ക് വേണ്ടി മാത്രം, പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ആപ്പാണ്. സോ ഇതിൽ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനോണിമസ് ആയിരിക്കും. നിങ്ങളുടെ പേരോ ബാക്കി കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്തേണ്ടല്ല. നിങ്ങൾ 2-3 കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽസ് തരണം. അതായത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ നിങ്ങളുടെ വർക്ക് ടൈമിങ്സ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചോദിക്കാറുള്ളൂ. കാരണം അതൊരു പ്രൊഫൈലിംഗ്, ഒരു ഡിജിറ്റൽ പ്രൊഫൈലിംഗ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഹോമീസ് ID എന്ന് പറയുന്ന ഒരു നെയിം ക്രിയേറ്റ് ചെയ്യും. അത് മാത്രമേ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആവും. നിങ്ങൾക്ക് ഒരിടത്തും നിങ്ങളുടെ പേരോ നമ്പറോ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഇടാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലാറ്റ്ഫോമിനകത്ത് വന്നു കഴിഞ്ഞ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ള ഒരു ഇടമല്ല ഇത്. നിങ്ങൾ ഇതിനകത്ത് വന്ന് നിങ്ങളുടെ പ്രോബ്ലംസ് എന്ത്, അത് ഫിനാൻസ് പ്രോബ്ലം ആയിരിക്കട്ടെ, നിങ്ങളുടെ ലീഗൽ പ്രോബ്ലം ആയിരിക്കട്ടെ, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ആയിരിക്കട്ടെ, നിങ്ങൾ ആ പ്രോബ്ലം പുറത്ത് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. സോ അവിടെ നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യത്തില്ല. സോ അതുപോലെ തന്നെ ഇങ്ങനെ ആരെങ്കിലും ഒരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടെയുള്ള പുരുഷന്മാരായിരിക്കും വന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ആദ്യമേ നമ്മൾ ഒരു സപ്പോർട്ട് കമ്മ്യൂണിറ്റി ഉണ്ടാവും. സോ എനിക്കെന്തും ഈ പ്ലാറ്റ്ഫോമിനകത്ത് തുറന്ന് പറയാം, അതിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരുണ്ടാവുമെന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുകയും അതിനുശേഷം ഇവർക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തതിന് ശേഷം അവർക്ക് എക്സ്പേർട്ട് അഡ്വൈസ് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് സൈക്കോളജിസ്റ്റ് അടുത്ത് കൺസൾട്ട് ചെയ്യാം, അഡ്വക്കേറ്റ്സ് ഉണ്ട്, അതുപോലെ ഫിനാൻസ് കൺസൾട്ടൻസ് ഉണ്ട്, അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലം ആണെങ്കിൽ ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏകദേശം 75 അഡ്വക്കേറ്റ്സാണ് നമ്മുടെ അടുത്ത് എംപാനൽ ചെയ്തതും. ഏകദേശം ഒരു 45 സൈക്കാട്രിസ്റ്റ് നമ്മുടെ അടുത്ത് ഓൾറെഡി പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ അവർ വന്ന് നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്യാമെന്ന് താല്പര്യം പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഡോക്ടേഴ്സും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഹോസ്പിറ്റൽസും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത 1-2 മാസത്തിനകം. സോ ഇറ്റ് വിൽ ബി എ സേഫ് ജഡ്ജ്മെൻറ്റ് ഫ്രീ പ്ലാറ്റ്ഫോം. ഒറ്റ യാഡ്സ്റ്റിക്കേ ഉള്ളൂ, പുരുഷന്മാർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ മാത്രമേ ഒരു സ്കാന്, വേറെ ഒന്നും കൊണ്ടല്ല. സ്ത്രീകൾക്ക് ഒരുപാട് അത്തരം വേദികളുണ്ട്, സ്ത്രീകൾക്ക് ഓൾറെഡി അത്തരം വേദികളുണ്ട്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള വേദികൾ എന്ന് പറയുമ്പോൾ അവർക്ക് കുറെ കൂടെ ഓപ്പൺ ആയിട്ടും മറ്റും പറയാൻ കഴിയും. അപ്പോൾ അതിജീവിതന്മാർക്ക് വേണ്ടിയുള്ള ഒരു ആപ്പ് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു ആപ്പ്, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഐഡിയ പോലും വളരെ നൂതനമാണ്. അങ്ങനെ ഒരു ഐഡിയ പോലും വളരെ ഇന്നോവേറ്റീവ് ആണ്, നൂതനമാണ്. അങ്ങനെ പുരുഷന്മാർ അനോണിമസ് ആയിട്ടും ഇല്ലെങ്കിൽ അവർ അഡ്വാൻസ് സ്റ്റേജസിലല്ലാതെ അവരുടെ പ്രശ്നങ്ങളും മറ്റും, കാര്യം ഇങ്ങനെ ഒരു ഹോമീസ് ആപ്പോ ഒരു ഹെൽപ്പ് ലൈനോ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ദീപക്കിന് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. ദീപക്കിന്റെ ആത്മഹത്യ ഷിംജിതയുടെ മാത്രം കുറ്റമല്ല, നമ്മൾ എന്ന സമൂഹത്തിന്റെ പരാജയം കൂടെയാണ്. കാര്യം നമ്മൾ ദീപക്കിന്റെ അവസ്ഥയിൽ എത്തുമ്പോൾ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ചെയ്യില്ല. എടാ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് ഒരാൾ പറയാനുണ്ടെങ്കിൽ അത് ചെയ്യില്ല. ഏതെങ്കിലും രീതിയിൽ ഒരാൾ അവിടെ ഒരു പ്രത്യാശ കൊടുക്കാനുണ്ടെങ്കിൽ ചെയ്യൂ, നമ്മൾ ചെയ്യൂ. വീട്ടിൽ 2 പ്രായമായ അച്ഛനെയും അമ്മയും വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? ഇല്ല. അപ്പൊ അവിടെയാണ് അവന് പ്രത്യാശയില്ല. ഇങ്ങനൊരു പരാതി വന്നാൽ എൻ്റെ ജീവിതം തീരും, എൻ്റെ അഭിമാനം ഇല്ലാതാകും, ഇതിൽ നിന്ന് എനിക്ക് രക്ഷയില്ല. ഇനിയും ഒരു കാര്യം കൂടെ, ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് കരുതരുത്. ഇതിന് 7 മാസം മുമ്പായി നമ്മൾ ഡീൽ ചെയ്യുന്ന കേസാണ് സുനീറിന്റെ കേസ്. നമ്മുടെ DGPയെ പോയി കണ്ടു, ഞാനും മുകേഷ് കൂടെ. സുനീറിന്റെ ഉമ്മയും സുനീറിന്റെ സഹോദരിയും, വീട്ടിൽ ഉമ്മയും സഹോദരിയും മാത്രമേ ഉള്ളൂ. 29 വയസ്സുള്ള സുനീർ ആത്മഹത്യ ചെയ്തു. വേറെ ആലപ്പുഴ അവർ ഇതേവരെ
അവരുടെ മകൻ ആത്മഹത്യ ചെയ്തതാണ് വൈഫുമായിട്ടുള്ള പ്രശ്നത്തിൽ. വൈഫ് തങ്ങളുടെ മക്കളെ നോക്കില്ലേ എന്ന് പേടിച്ച് അവരുടെ വീട്ടുകാർ അവരുടെ പേര് പറയാൻ ഇതുവരെ പെർമിഷൻ തന്നിട്ടില്ല. ഈ മാർച്ച്, അതായത് ഈ കഴിഞ്ഞ മാസം ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ്. ഞങ്ങൾ നേരിട്ട് ഡീൽ ചെയ്യുന്നതാണ്. പക്ഷേ അവർ പറയുകയാണ്, സാറേ ഇതൊക്കെ വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി മകൻ്റെ ഭാര്യ മക്കളെ വേണ്ട രീതിയിൽ നോക്കുമോ എന്ന് പേടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളിപ്പോൾ പറയുന്നത് നിയമപരമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് സമൂഹത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്തത്ര പ്രമുഖരായ ആൾക്കാർ വരെയുണ്ട്. നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി സ്ട്രിക്റ്റായി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് പറയാത്തതാണ്. ഇത് ആർക്കും ഉണ്ടാകാം, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലർക്കുമെങ്കിലും ഉണ്ടാകാം. ഇതൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ. നമുക്കൊരു ലീഗൽ ഹെഡ്, അതായത് നമ്മൾ ഇതിനി ഒരു കാര്യം കൂടെ, ഞങ്ങളുടെ എല്ലാം റിസോഴ്സിൽ നിന്നും ഞങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നതിന് മാറ്റി ഞങ്ങളൊരു ലീഗൽ അഫയേഴ്സിന്റെ ഹെഡ് എടുത്തിട്ടുണ്ട്, സൈക്കോളജി അഫയേഴ്സിന്റെ 2 ലേഡീസാണ്. അവരുടെയും കൂടെ ഇതിൽ ഒരുപാട് ലേഡീസിന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാര്യം ഈ വിഷയം ഏറ്റവും നന്നായി തിരിച്ചറിയുന്നതും പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമാകുന്നതും സ്ത്രീജനങ്ങളുടെ സപ്പോർട്ടാണ്. അവരുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വേണം ചെയ്യണം. അവിടെയാണ് ഞങ്ങളെല്ലാം ഈ നിയമസഭയിലെ ബില്ല് അവതരിപ്പിക്കാത്തതിന് പേര് പറയുന്നത് ശരിയല്ല. 1-2 പ്രമുഖ MLA പറഞ്ഞത്, നമ്മളിത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ നമ്മളെ സ്ത്രീ വിരുദ്ധരെന്ന് വിളിക്കും. ഇത് കാരണമാണ് പുരുഷ MLA ചെയ്യാത്തത്. അതുകൊണ്ട് ഒരുപാട് സ്ത്രീകളുടെ പിന്തുണയും സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് യങ് ജനറേഷനെ മാഡം പറയായിരുന്നു, ഒരു അഡ്വക്കേറ്റ്, ഒരുപാട് യങ് ജനറേഷനിലെ പിള്ളേരിങ്ങനെ പെട്ടുപോകുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ, സത്യസന്ധ ഞാൻ വീട്ടിൽ 2 ആൺമക്കളുള്ളതുകൊണ്ട് പറയുന്നതാണ്. അതായത് നാളെ എൻ്റെ മോൻ സ്കൂളിൽ പഠിക്കുകയാണ്. അവൻ 17 16 വയസ്സിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും രീതിയിൽ ബന്ധമോ ഇഷ്ടമോ താല്പര്യങ്ങളോ ഒക്കെ ഉണ്ടാവില്ലേ? ഏതെങ്കിലും രീതിയിൽ നാളെ അതിനെതിരെ വ്യാജ പരാതി വന്നാൽ നിങ്ങളുടെ ജീവിതവും കരിയറും പോകുന്ന അവസ്ഥയാണ്. കൗമാര പ്രണയങ്ങളെ പോക്സോ ആക്കരുത്, ക്രിമിനലൈസ് ചെയ്യരുത്. പക്ഷെ എന്ത് പറ്റും? പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ചെന്ന് പരാതി കൊടുത്താൽ പോയി. സുപ്രീം കോടതി എത്രയോ തവണയായി പറയുന്നു, മാരീഡ് ആയ സ്ത്രീക്ക് മാരേജ്, അതായത് ഇപ്പൊ ഏത് കേസിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാവും, അതെനിക്ക് പറയാൻ പറ്റില്ല, അത് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് പേര് പറയുന്നില്ല. മാരീഡായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരാൾക്കെതിരെ പരാതി കൊടുക്കാൻ പോലും കഴിയില്ല. ആ സ്പേസ് പോലും ലിമിറ്റ് ചെയ്യണമെന്നാണ് നാഗരത്ന എന്ന് പറയുന്ന വനിതാ ജഡ്ജിയുടെ ഉത്തരവ്. അവരും ഉജ്വൽ ഭൂയാനാണെന്നാണ് എൻ്റെ ഓർമ്മ, സുപ്രീം കോടതിയുടെ ഉത്തരവ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എത്ര കള്ള പരാതികൾ കണ്ടു. ഒരു പ്രമുഖ MLA-ക്കെതിരെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഒരാഴ്ചയ്ക്ക് ശേഷം അയാൾക്ക് 10,000 രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്തു. എന്തിന്? വിഷു കൈ നീട്ടം. പീഡിപ്പിച്ചൊരു വ്യക്തിക്ക്, മുഖത്ത് തുപ്പിയ, അടിച്ച, ഉപദ്രവിച്ചൊരു വ്യക്തിക്ക് 10,000 രൂപ വിഷു കൈ നീട്ടം അങ്ങോട്ട് ആരെങ്കിലും അയച്ചു കൊടുക്കൂ? ഈ മിനിമം കോമൺ സെൻസ് ഉള്ള ചോദ്യം നമ്മുടെ മാധ്യമങ്ങൾ എത്ര പേര് ചോദിച്ചു എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഏറ്റവും മിനിമം കോമൺ സെൻസ് ഉള്ള ഈ ചോദ്യം മാധ്യമങ്ങളിൽ എത്ര പേര് ചോദിച്ചു? 3 കേസ് സ്ത്രീയുടെ അല്ലാത്തോണ്ടാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നു. രാഹുൽ ഈശ്വർ അടക്കം പറഞ്ഞ നിലപാടുകളല്ലേ ബഹുമാനപ്പെട്ട കോടതികൾ പിന്നീട് സാധൂകരിച്ചത്. ഇത് നമുക്കെല്ലാം അറിയാവുന്നതല്ലേ? ആർക്ക് വേണ്ടിയായി കള്ളം പറയുന്നത്? ആരെ പ്രീതിപ്പെടുത്താനാണ് ഈ കള്ളം പറയുന്നത്? എല്ലാവരും മത്സരിച്ച് സ്ത്രീപക്ഷം ആണ് എന്ന പേര് കിട്ടാൻ വേണ്ടി നിർബന്ധിച്ച് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കള്ളം പറയുന്ന പരിപാടി അവസാനിപ്പിക്കണം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് നമുക്ക് 1-2 ചോദ്യങ്ങളുണ്ടെങ്കിൽ എടുത്തു നിർത്താം. പ്ലേ സ്റ്റോറിലെ 2 ദിവസത്തിനുള്ളിൽ ആപ്പും മറ്റു കാര്യങ്ങളും വരികയും മറ്റും ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, കാര്യം ഇതേ നമ്മുടെ മക്കളെയൊക്കെ ബാധിക്കുന്നതാണ്. ഇത് മിഷൻ മെൻസ് കമ്മീഷൻ, വേൾഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഓർഗനൈസേഷൻ, WMHRO, ഹോമീസ്, മെൻ കി ബാത്ത്, ഹാപ്പിനെസ് സെന്റർ, ഇവർ ഒരുമിച്ചാണ്. ഞങ്ങൾക്ക് ഇതേപോലൊരു വർക്ക് ബുക്കും മറ്റും വളരെ സ്റ്റാൻഡേർഡായി ഹൈ കോർപ്പറേറ്റ് ലെവലിൽ തന്നെ കഴിയുന്നത്ര നമ്മുടെ അടക്കം റിസോഴ്സ് സ്പെൻഡ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എല്ലാ ദിവസവും 12-15 കോൾസൊക്കെയാണ് നമുക്ക് വരുന്നത്. എല്ലാ ദിവസവും ഇവരൊക്കെ ഒരുപാട് 10-12 കോൾ വന്ന്, സാറേ കുടുങ്ങിപ്പോയി, പെട്ടുപോയി, മോനും ഒരു പെൺകുട്ടിക്ക് തമ്മിൽ ഇഷ്ടമായിരുന്നു, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഇവളെ ഇഷ്ടമല്ല, നേരെ കൊണ്ട് കൊടുത്തു. ഇനിയും കേരളത്തിലാകാത്ത ഭാഗ്യമായി, അല്ലെങ്കിൽ മോണലിസയുടെ അച്ഛനും അമ്മയും മുഹമ്മദ് ഫർമാൻ ഖാനെതിരെ ഏതെങ്കിലും രീതിയിൽ ബോക്സോ സാധനങ്ങളോ കൊടുക്കുമായിരുന്നു. കാര്യം അത് കൊടുക്കാനുള്ളൊരു സാഹചര്യം നമ്മുടെ കേരളത്തിലാണ് നിലനിൽക്കുന്നത്. അത് കൊടുക്കാനുള്ള ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സാഹചര്യം, ഈ കള്ളക്കേസുകൾ കൊടുക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഈ ഫാർ ലെഫ്റ്റ് എക്സ്ട്രീം ഫെമിനിസ്റ്റെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എക്സ്ട്രീം ആയിട്ടുള്ള ഇതേപോലെ മെയിൽ ഷോവനിസ്റ്റുകളും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മൾ ആരും മെയിൽ ഷോവനിസ്റ്റെ അംഗീകരിക്കാത്തവരാണ്. പകരം ഫീമെയിൽ ഷോവനിസവും മറുഭാഗത്തുണ്ട്. ആണിനെ കുടുക്കിയേ അടങ്ങൂ എന്ന് തീരുമാനിക്കുന്ന, ആണിനെ കുടുക്കുന്നതിലാണ് ഞങ്ങളുടെ ക്രെഡിറ്റ് എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അതൊരു കോട്ടേജ് ഇൻഡസ്ട്രിയായി, ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്.
അപ്പം ഇതേപോലെ ഇനി ഞാൻ വേറൊരു കേസുമായി ബന്ധപ്പെടുത്തി പറയല്ല, ഞാൻ തന്നെ ഇടപെട്ട, ഞാൻ 8 വർഷമായി പഴി കേട്ടൊരു കേസാണ്. ശ്രീ ദിലീപിന്റെ അടക്കമുള്ള കേസുകൾ നോക്കൂ. കോടതി വിധി വ്യക്തമല്ലേ? സർക്കാർ ആരെ പ്രീതിപ്പെടുത്താനാണ്? പോലീസുകാർ കള്ളത്തരം കാണിച്ചു എന്ന് കോടതി വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സർക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ അതിന് അപ്പീൽ കൊടുക്കുകയാണ്. അതായത് കോടതിയാണല്ലോ ഈ നാട്ടിൽ നിയമ സംവിധാനത്തിന്റെ വിധി വരേണ്ടത്. കോടതി വിധിയിൽ ഷെയിംലെസ് ആയി പോലീസ് ബിഹേവ് ചെയ്തു. പോലീസ് കള്ളം പറഞ്ഞു. പോലീസ് വ്യാജമായി ഇത്തരം കാര്യങ്ങൾ ചമച്ചു എന്ന് ഒരു വനിതാ ജഡ്ജി വിധിയുടെ ഭാഗമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ വിധി വന്നപ്പം ആ പോലീസുകാരനെതിരെ കോടതി പരാമർശങ്ങളുണ്ട്. സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അതല്ലേ പ്രോസസ്. പകരം സർക്കാർ അതിനെ അപ്പീൽ ചെയ്യുന്നു. സർക്കാരിന് എങ്ങനെ മനസ്സിലായി ഇങ്ങനെയെല്ലാം? പകരം എന്താ? ഞങ്ങൾക്ക് സ്ത്രീപക്ഷമാകണം, ഞങ്ങൾ സ്ത്രീപക്ഷമാണ്, അതുകൊണ്ട് ദിലീപിനെ കുറച്ച് ദിവസം ജയിലിലിടണം. ഞങ്ങൾ സ്ത്രീകളോടൊപ്പമാണ്, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാഴ്ച ജയിലിൽ കിടക്കണം. ഞങ്ങൾ സ്ത്രീപക്ഷമാണ്, അതുകൊണ്ട് രാഹുൽ ഈശ്വർ ഇലക്ഷൻ കഴിയുന്നവരെ ജയിലിൽ കിടക്കണം എന്ന് വിചാരിച്ചാൽ അതിനൊരു അവസാനമുണ്ടോ? ഇതിന്റെ ഞാൻ കൗതുകത്തോടെ കണക്ട് ചെയ്ത് പറയാം. നിങ്ങളുടെ ഒരു ചോദ്യം, ഇതിന്റെ മറ്റൊരു എക്സ്റ്റെൻഡ് ആണ് നമ്മൾ ശബരിമലയെ കണ്ടത്. അതായത് സ്ത്രീ സമത്വമാണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ് പോരാട്ടം, അതുകൊണ്ട് നമ്മൾ ഈ കള്ളത്തരങ്ങളെല്ലാം ചെയ്യും. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന, ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുന്ന ശബരിമലയിൽ സ്ത്രീ വിവേചനമാണെന്ന് പറയും. ആരെ പ്രീതിപ്പെടുത്താനാണ് ഈ കള്ളം പറയുന്നത്? ആരെ പറ്റിക്കാനാണ് ഈ കള്ളം പറയുന്നത്? അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി കള്ളം പറയുന്നതല്ല സ്ത്രീപക്ഷം. നിങ്ങൾ അവനോടൊപ്പമോ അവളോടൊപ്പമോ നിന്നോളൂ, പക്ഷെ സത്യത്തോടൊപ്പം നിൽക്കണം. സത്യം, നീതി, ഇതല്ലേ പ്രധാനം. സത്യം അവളോടൊപ്പമെങ്കിൽ നീതി അവളോടൊപ്പമെങ്കിൽ അവളോടൊപ്പം, സത്യം അവനോടൊപ്പമെങ്കിൽ നീതി അവനോടൊപ്പമെങ്കിൽ അവനോടൊപ്പം. അങ്ങനല്ലേ? ഇല്ലെങ്കിൽ നാളെ നമുക്കെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ, ഇല്ല ഞങ്ങൾ സ്ത്രീപക്ഷമാണ്, നീ അവിടെ ഉണ്ടായില്ല, അത് കാര്യമില്ല, നീ അവിടെ ഉണ്ടായി, ഇതിനകത്ത് രണ്ടാമത്തെ ചോദ്യമാണ്, ഞങ്ങൾ സ്ത്രീപക്ഷമാണ്, അതുകൊണ്ട് സ്ത്രീ പറയുന്നതിന്റെ പേരിൽ നിന്നെ പിടിച്ച് അകത്തിടൂന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങൾ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നിങ്ങൾ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിക്ക് ഇലക്ഷൻ സമയം കൂടി ആയതുകൊണ്ട് ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചകത്തിട്ടിട്ട് ഞങ്ങൾ സ്ത്രീപക്ഷക്കാരാണെന്ന് പറയുന്ന ദുരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രിയാണല്ലോ പല പരാതികളും നേരിട്ട് സ്വീകരിക്കുന്നത്. അതെന്താ അറിയോ? അതൊരു മീഡിയ മൈലേജിന് വേണ്ടിയാണ്, പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, പോലീസ് ഓഫീസർക്കാണ് പരാതി കൊടുക്കുന്നത്, പക്ഷേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഈ കള്ളത്തരത്തിൽ നിന്ന് മാറണമെങ്കിൽ, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, ഈ കള്ളത്തരത്തിൽ നിന്ന് മാറണമെങ്കിൽ രാഷ്ട്രീയക്കാർ വിചാരിക്കില്ല, മീഡിയക്കാർ വിചാരിച്ചാലേ നടക്കൂ. കോടതി കുറേയൊക്കെ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് കോടതി ബാലേന്ദ്ര മേനോൻ സാറിന്റെ കേസിലടക്കം പറഞ്ഞത് ആണിനും അന്തസ്സോടെ ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന്. എനിക്കും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ വിധിയാണ് ഹൈക്കോടതിയുടെ. ആണിനും അന്തസ്സോടെ ജീവിക്കാൻ വിധിയുണ്ട്. ഞങ്ങൾക്ക് എന്താ അന്തസ്സില്ലേ? ഞങ്ങൾക്ക് എന്താ അഭിമാനമില്ലേ? ഞങ്ങൾക്ക് ഓഫീസിൽ പോകണ്ടേ? ഞങ്ങൾക്ക് ആരെങ്കിലും കാണണ്ടേ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലേ? നമുക്ക് ആണുങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ലേ? അന്തസ്സും അഭിമാനമൊന്നുമില്ലേ? അപ്പോൾ ഞങ്ങൾക്കും അന്തസ്സും അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമുണ്ടെന്നൊരു ഹൈക്കോടതി വിധി പറയേണ്ട ഗതികേടിലാണ് കേരളത്തിലെ പുരുഷ സമൂഹം. അതായത് പുരുഷനും അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ഒരു കോടതി വിധിയായി പറയേണ്ട ദുരവസ്ഥയിലാണ് കേരളത്തിലെ പുരുഷ സമൂഹം. അതുകൊണ്ട് അതിജീവിതന്മാർക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് മിഷൻ മെൻസ് കമ്മീഷൻ. ഇതിൽ എല്ലാവരുടെയും സഹകരണം, വിശിഷ്യ സ്ത്രീകളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി നിർത്താം. ഓൾറെഡി താമസിച്ചു. എനി ക്വസ്റ്റ്യൻ? രണ്ട് കാര്യങ്ങളാണ്. ദിലീപ് അതിജീവിതനാണോ എന്ന് രാഹുൽ ഈശ്വർ അല്ല, കോടതിയാണ് പറയേണ്ടത്. കോടതി അത് പറഞ്ഞില്ലേ? അതുകൊണ്ടെന്താ? മാഡം ആണെന്ന് ആര് പറഞ്ഞു? അപ്പൊ ഹൈക്കോടതിയുടെ വിധി വന്നാൽ അതെ, ഞാനാണത് ചെയ്തത്. ഞാൻ ആ കേസ് പഠിക്കുകയും പോലീസ് വ്യാജ ഫോട്ടോഷോപ്പ് നിർമ്മിച്ചു. അല്ല മാഡം, അതിനൊരു ഉത്തരം പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ്. ഇപ്പോഴത്തെ വിധി എന്താ? ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി എന്താ? ശ്രീ ദിലീപ് നിരപരാധിയാണെന്നാണ് അല്ലേ? 8 വർഷം ആ മനുഷ്യനെ വേട്ടയാടി, ഒരു പുരുഷനെ വേട്ടയാടി. ഇനിയും ഹൈക്കോടതിയുടെ വിധി എന്ന ആൾക്കാർ എന്തു പറയും? സുപ്രീം കോടതി ഉണ്ടല്ലോ. സുപ്രീം കോടതിയുടെ വിധി ഉണ്ടെങ്കിൽ എന്തു പറയും? സുപ്രീം കോടതിയുടെ മേൽക്കോടതിയുടെ ബെഞ്ചുകളുണ്ടല്ലോ. ഇതിനൊക്കെ ഒരു 10-20 വർഷം എടുക്കില്ലേ? ഇപ്പോഴെങ്കിലും ദിലീപ് കുറ്റക്കാരനല്ലെന്ന് പറയാനുള്ള മര്യാദ നമ്മൾ കാണിക്കട്ടെ. പിന്നെ എപ്പം പറയും? അവസാനം സുപ്രീം കോടതിയുടെ വിധി എന്നാൽ എന്ത് പറയാന്നറിയാമോ? കോടതി വിധി ഒന്നുമല്ല കാര്യം, കോടതി വിധി ഒന്നുമല്ല കാര്യം. നിങ്ങൾക്ക് പിന്നെ ആര് തീരുമാനിക്കും? മാഡം ഈ ഒരു വരി കൂടെ ആഡ് ചെയ്തിട്ട് മാഡത്തിന്റെ ചോദ്യത്തിലേക്ക് വരിക. മാഡം ആ കേസ് ദൈവത്തെ ഓർത്ത്, വിധിന്യായം ഇന്ന് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ആ കോടതി വിധിന്യായം പഠിക്കണം. നമ്മുടെ തൊലി ഉരിഞ്ഞു പോവും.
പോലീസുകാർ കാണിച്ച കള്ളത്തരങ്ങൾ കോടതി അക്കമിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, പോലീസുകാർ ഷെയിംലെസ് ആയി ബിഹേവ് ചെയ്തു എന്നൊരു കോടതി വിധിയിൽ എഴുതി വെക്കണമെങ്കിൽ ജഡ്ജി എന്തുമാത്രം തെളിവ് കണ്ടിട്ടായിരിക്കും? പോലീസ് നാണവും ഉളുപ്പുമില്ലാതെ പെരുമാറിയെന്ന് ഒരു ജഡ്ജി വിധിന്യായത്തിന്റെ ഭാഗമായിട്ട് എക്സ്പ്ലിസിറ്റ്ലി എഴുതി വെക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നമ്മളെല്ലാം ആ അതിജീവിതയോടൊപ്പമാണ്. അവർ അതിജീവിതയാണ്. കാര്യം അവർക്ക് ആക്രമണം നേരിട്ടു. പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്താ? ദിലീപിനെ കള്ളക്കേസ് കുടിക്കുന്നതാണ്. ഞങ്ങൾക്ക് എല്ലാം ആ അഭിനേത്രിയോട് ആദരവാണ്, ഇഷ്ടമാണ്. അവരെ മോശം പറയുന്നവരെ അറസ്റ്റ് ചെയ്യണം, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നവരെ അറസ്റ്റ് ചെയ്യണം. അവരോടൊപ്പം തന്നെയാണ് നമ്മൾ എല്ലാവരും, കേരള സമൂഹം. പക്ഷെ അതുകൊണ്ട് ദിലീപിനെ കള്ളക്കേസ് കൊടുക്കണോ? എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ദിലീപിനെ കള്ളക്കേസ് കുടിക്കുന്നത്. മാഡം, അതല്ലേ കോടതി വിധി. പിന്നെ അത് മാഡം അപ്പീൽ അല്ല, ഒരു അത് വേണം അല്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ ഇപ്പോഴത്തെ വിധി എന്താ? സ്റ്റാൻഡ് ചെയ്ത വിധി എന്താ? അല്ലെന്ന് ആര് പറഞ്ഞു? മാഡം, ഈ സ്ത്രീയെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ പിന്തുണയ്ക്കണം. ദിലീപിന് ഈ കേസോട് എന്താ ബന്ധം? അതെന്താ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം. ഉമ്മൻചാണ്ടിക്ക് പ്രശ്നം തോന്നുന്നു, മാഡം എന്നല്ല പറയുന്ന മീഡിയ, ഉമ്മൻചാണ്ടിക്ക് പ്രശ്നം തോന്നുമ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തോ? പറയുന്നത് കേട്ടാത്തൊന്നും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഞങ്ങളെല്ലാം ഉമ്മൻചാണ്ടിയുടെ കൂടെ ആയിരുന്നു. ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി, സെയിന്റ് ഉമ്മൻചാണ്ടി എന്ന് ആലങ്കാരികമായി വിളിക്കുന്ന മനുഷ്യന് വേട്ടയാടൽ ഉണ്ടായപ്പം പേര് പറഞ്ഞുകൂടാ, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന മാധ്യമമെങ്കിലും സപ്പോർട്ട് ചെയ്തു? കേട്ടാ തോന്നുന്നു ഉമ്മൻചാണ്ടി ഇവിടെ വലിയ പിന്തുണയായിരുന്നു എന്ന്. എന്നിട്ട് ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പം ദേശാഭിമാനിയുടെ എഡിറ്ററായിരുന്ന മാധവൻകുട്ടി സാർ എഴുതിയൊരു പോസ്റ്റ് ഉണ്ട്. നല്ല കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം എഴുതി, എനിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാം അറിയാം ഇത് കള്ളമായിരുന്നു എന്ന്, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അത് പറയാൻ കഴിഞ്ഞില്ല, ഞാനിരിക്കുന്ന പോസ്റ്റ് കാരണം. കേട്ടാ തോന്നുന്നു ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തു. പോട്ടെ, നിവിൻ പോളിയുടെ കേസ് വന്നു, ആരെങ്കിലും നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്തോ? നിവിൻ ധൈര്യത്തോടെ വന്നു. നിവിന് രക്ഷോട്ട് എങ്ങനെയാണെന്നറിയാമോ? മുകേഷിനുള്ളതുപോലെ ദൈവം സഹായിച്ച് നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നു. നിവിൻ ദുബായിലായിരുന്നെങ്കിൽ നിവിൻ ജയിലിൽ കിടക്കുമായിരുന്നു. കേട്ടാത്തൊന്നും ബാക്കി എല്ലാ പുരുഷന്മാരെ ഇവിടെ ഭയങ്കരമായിട്ട് പിന്തുണച്ചു വന്നു. മാഡം, ഇനി ഒരു കാര്യം കൂടെ, ഞങ്ങൾ നേരിട്ട് കണ്ട ഡസൺ കണക്കിന് ആൾക്കാർ കള്ളക്കേസ് കിടപ്പുണ്ട്. ഞാൻ ജയിലിൽ 16 ദിവസം കിടന്നപ്പോൾ അവിടെ കുറെ ആൾക്കാരെ കണ്ടു. ഞാൻ എന്ത് പറ്റി മോനെ? ചേട്ടാ, അഫെയർ ആണ്, പെണ്ണിന്റെ വീട്ടുകാരുണ്ട് പരാതി കൊടുത്തു. അഫെയർ ആണെങ്കിൽ അവനെ 2 അടി അടിച്ചോ, പക്ഷെ അതിന്റെ പേര് പോക്സ് കൊടുക്കുകയാണോ വേണ്ടത്? അതിന്റെ പേരിൽ അവന് റേപ്പ് ചെയ്തു എന്ന കേസ് കൊടുക്കുകയാണോ വേണ്ടത്? എന്നിട്ട് പെൺകുട്ടിയോട് എന്ത് പറയാൻ അറിയോ? അമ്മ ആത്മഹത്യ ചെയ്യും, നീ പരാതിക്ക് യെസ് പറഞ്ഞില്ലെങ്കിൽ പറയും. ആ പയ്യന്റെ എത്ര വർഷത്തെ ജീവിതമാണ്. ഇന്നലെ സാധിക്കുന്ന ഒരു സംഭവം ഉണ്ടായി, ഞാനൊന്ന് പറയേണ്ടെന്ന് പറഞ്ഞു, കോടതിയിലായതുകൊണ്ട് പറയേണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഒരാൾക്ക് ഇതേപോലെ കള്ളക്കേസാണ്, 20 വർഷം അടിച്ചു കൊടുത്തു. 20 വർഷം അയാൾക്കെതിരെ കള്ളക്കേസാണ്. കോടതിയുടെ പരിഗണനയിലുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറയാത്തത്. 20 വർഷം കണ്ണിൽ ഇരുട്ട് കയറും. അത് എപ്പോഴെങ്കിലും ജയിലിൽ കിടന്ന്, നിങ്ങൾ കിടന്നിട്ടുണ്ടോ എന്നറിയില്ല, ജയിലിൽ കിടക്കുമ്പോഴേ അതിന്റെ വേദന അറിയൂ. ഞാൻ ശബരിമല പ്രക്ഷോഭത്തിലും ഈ പ്രക്ഷോഭത്തിലും 20-16 ദിവസം ജയിലിൽ കിടന്നതാണ്. നമുക്ക് ജയിലിൽ കിടക്കുമ്പോഴേ അതിന്റെ പ്രശ്നം അറിയൂ. ഞങ്ങൾക്കും അറ്റ്ലീസ്റ്റ് ജാമ്യം കിട്ടുമെന്നെങ്കിലും പ്രതീക്ഷയുണ്ട്. 20 വർഷമോ 15 വർഷമോ കിട്ടി ജയിലിൽ പോകുമ്പോഴാണ് ഈ വരുന്ന പിള്ളേരുടെ പ്രായം അറിയാമോ? 20, 17, 18, 25. ഞാൻ ഇനി ഒരു മാഡം ഓർപ്പിച്ചാണ്, ഞാൻ നേരത്തെ വരാൻ പറഞ്ഞ കാര്യം. എനിക്ക് 2 ആൺമക്കളാ. നാളെ അവർക്ക് +2-ലോ കോളേജിലോ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവും. ആ പെൺകുട്ടിയും ഇവനും തമ്മിൽ കുറച്ച് കഴിഞ്ഞ് ബ്രേക്കപ്പ് ആവുന്നു. നിങ്ങളെല്ലാം ജീവിതത്തിൽ ബ്രേക്കപ്പ് കണ്ടിട്ടുള്ളതായിരിക്കില്ലേ? ഏതെങ്കിലും ബ്രേക്കപ്പ് ഇല്ലാതെ നമ്മളെല്ലാം ശ്രീരാമനും ഹരിചന്ദ്രനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനല്ലായിരുന്നു, നിങ്ങളുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ആ ബ്രേക്കപ്പ് ചെയ്ത പെൺകുട്ടി എന്നെ ഇവൻ വർഷങ്ങളായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ എന്തായിരിക്കും ഗതി? ഇന്നലെ മിനിഞ്ഞാന്ന് ഈ കൊച്ചിയിൽ ഒരു ഇവന്റ് മാനേജർക്കെതിരെ കേസുണ്ട്. 2022 മുതൽ ഈ വരി കൂടെ ഒന്ന് പറഞ്ഞു, ഈ വരി കൂടെ ഒരു വരി പറഞ്ഞു മാഡം, ഒരു വരി പറഞ്ഞു, ഒറ്റ വരി കൂടെ എടുക്കും. 2022 മുതൽ 2025 വരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മിനിഞ്ഞാന്ന് കൊച്ചിയിൽ ഒരു കേസുണ്ട്, കേട്ട് കാണും, ഒരു ഇവന്റ് മാനേജറിന്റെ ഒക്കെ കേസ്. എങ്ങനെയാ 3 വർഷം ഒരാളെ പീഡിപ്പിക്കാൻ പറ്റുക? എന്ത് തരം ലോജിക്കാണ്? 3 വർഷം ഒരാളെ എങ്ങനെ ഒരാൾക്ക് പീഡിപ്പിക്കാൻ പറ്റുക? കേൾക്കുന്നതിനൊരു, നമുക്ക് പറയുന്നതിനൊരു ഉളുപ്പ് വേണ്ടി 3 വർഷം എന്നെ അതായത് 3 വർഷം ഇവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഉടക്കി കാണും, വിഷമമാണ്. എല്ലാ ബ്രേക്കപ്പും ഡിവോഴ്സും വിഷമമാണ്. അതിനുശേഷം 3 വർഷം എന്നെ പീഡിപ്പിച്ചു എന്ന അകത്താണ് പുള്ളി. പേര് പറയാത്തത് ഇപ്പൊ കേസ് നടക്കുന്നതുകൊണ്ടാണ്. ഇനി മാഡം നാളെ ഇയാൾക്ക്, ഇപ്പൊ മാഡത്തിന്റെ ചോദ്യത്തിലേക്ക് വരിക, ഇയാൾക്ക് നാളെ കോടതി ഇയാളെ വിട്ടാൽ മാഡം എന്ത് പറയും? കോടതിയൊക്കെ അല്ലേ, അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ആരെയാ മാഡം വിശ്വസിക്കുന്നത്? ഞാൻ ആ കേസ് A to Z വരെ പഠിച്ചു, ആ വിധിന്യായം പലതവണ വായിച്ചു. ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കട്ടുകുമണിയോളം പോലും തെളിവില്ല. മുകേഷ് MLA-ക്കെതിരെ കട്ടുകുമണിയോളം പോലും തെളിവില്ല. ഇതെങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. പക്ഷേ ഹെഡ്ലൈൻ മാനേജ്മെന്റിന് വേണ്ടി ഇവരെ കടന്നാക്രമിക്കാൻ ഇത് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവരും ചെയ്യും.
അതായത് PK ശശി ഇന്നലെ വരെ ഒരു പാർട്ടിയിലായിരുന്നു, ഇന്ന് വേറൊരു പാർട്ടിയിലായി, ഇനി മറ്റേ പാർട്ടി കരുതെടുത്ത് പ്രയോഗിക്കും. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശശി, അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടതാണ്, കോടതി ഇദ്ദേഹത്തിനെതിരെ കേസില്ലെന്ന് പറഞ്ഞാണ്. പക്ഷെ ഒരു ചർച്ച വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും. ഇത് അവസാനിപ്പിക്കണ്ടേ? ഇനി മാഡത്തിന്റെ ഒറ്റ ഒരു ഉത്തരം പറയാം. മാഡം ആരെയാ പിന്നെ റിലേ ചെയ്യുന്നത്? ഹൈക്കോടതി ഒരു പ്രോസസ്സിന്റെ ഭാഗമായി നോട്ടീസ് അയച്ചേ ഉള്ളൂ. കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടാണ് നോട്ടീസ് അയച്ചെന്നാണ് വരുന്നത്. അപ്പീല് പോകുമ്പോൾ ഇവർക്ക് നോട്ടീസ് അയക്കും, ഹൈക്കോടതിയുടെ വിധി വരും. അപ്പോഴും എന്ത് പറയും? നമ്മളെ അതിജീവിതയോടൊപ്പമാണ്. ശ്രീ ദിലീപിനെ കുടുക്കിയതാണെന്നാണ് ഞങ്ങളുടെ വാദം, അല്ലെങ്കിൽ ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ദിലീപിനെ മാത്രമല്ല മറ്റൊരു പ്രതിയും ഇതേപോലെ കുടുക്കിയതാണ്. പോലീസുകാർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു ഭംഗിവൽക്കരിച്ച് പറയാം. പോലീസുകാർ എന്ത് ചെയ്യുമെന്നറിയാമോ? കഴിയുന്നത്ര കേസ് സ്ട്രോങ് ആക്കാൻ ഇങ്ങനെ കുറെ എക്സ്ട്രാ എലിമെന്റ് കൊണ്ടുവരും. കഴിയുന്നത്ര കേസ് സ്ട്രോങ് ആക്കാൻ പോലീസുകാർ വ്യാജ ഫോട്ടോഷോപ്പ് നിർമ്മിച്ചൊരു കേസ്. മാഡം ആലോചിച്ച് നോക്കുക, നിങ്ങൾ വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കുക, ദിലീപും പൾസർ സുനിയും ഒരുമിച്ച് നിൽക്കുന്ന വ്യാജ ഫോട്ടോ ക്രിമിനൽ ആക്ടിവിറ്റി പോലീസുകാർ ചെയ്തു. എന്നിട്ട് എല്ലാ മീഡിയയ്ക്കും അയച്ചു കൊടുത്തു. ഈ നടക്കുന്ന കള്ളത്തരത്തിനെതിരെ പ്രതികരിക്കണ്ടേ? ഇനി ഒറ്റ ചോദ്യം തിരിച്ചാൽ മാഡത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ദിലീപ് കുറ്റക്കാരനാന്ന് പറയാൻ മാഡത്തിന്റെ കയ്യിൽ എന്താ അടിസ്ഥാനം? ഒന്നുമില്ല. 10 പേര് എക്സ്ട്രാ പറയുന്നു, മീഡിയക്കാർ പറയുന്നു, എല്ലാവരും അങ്ങനെ പറയും. ദിലീപ് ആയിരിക്കും, ആയിരിക്കുമല്ലോ. ദിലീപിന് എന്തിനാണ് ആ വ്യക്തിയെ ദ്രോഹിച്ചിട്ട് കാര്യം? ദിലീപിന്റെ പണ്ടൊരു പ്രമുഖയായ, നമുക്ക് എല്ലാം ഇഷ്ടമുള്ള 2 പേരുണ്ടായിരുന്നു, അവർ ഡിവോഴ്സായി, പുതിയ കല്യാണം കഴിച്ചു, പുതിയ ജീവിതത്തിലേക്ക് പോകുന്നു. ദ്രോഹിച്ചിട്ട് എന്താ കാര്യം? പക്ഷേ ദിലീപിനെ കൊടുക്കാനൊരു അവസരം കിട്ടുമ്പോൾ അതിന്റെ മേളിൽ നെറേറ്റീവ് ബിൽഡ് ചെയ്ത്. അപ്പം ഈ ചോദ്യം ഒന്ന് തിരിച്ചു ചോദിക്കണം. അതാണ് മാഡം നേരത്തെ പറഞ്ഞത്. എന്തെങ്കിലും അതുകൊണ്ട് എന്താ പ്രോസസ്സാണ് മാഡം, പ്രൊസീജിയറാണ്. നോട്ടീസ് അയക്കും. അല്ലല്ല മാഡം, അല്ലല്ല, സംസ്ഥാന സർക്കാരാണ് പോയത്. ഇനി ഒരു കാര്യം കൂടെ, ഞാനൊരു കാര്യം, നാളെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ദിലീപ് നിരപരാധി എന്ന് പറഞ്ഞ മാഡം അംഗീകരിക്കൂ? അപ്പൊ അത് രാമൻപിള്ളയും മുകുൾ റോഹത്തകിയും ഉള്ളതുകൊണ്ട് ജയിച്ചു എന്ന് പറയും. ഇയാൾക്കൊരു രക്ഷയില്ലേ? ഒരിക്കൽ ഒരാൾ വ്യാജ ആരോപണം ഉന്നയിച്ചാൽ ജീവിതകാലം മുഴുവൻ മോശക്കാരനാകണോ? അയാളുടെ സിനിമ ഡീഗ്രേഡ് ചെയ്യും, അയാൾ മോശക്കാരനാണ്. ഇനി തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദിലീപിന്റെ കേസ് വന്നപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ മാഡം കാവ്യാമാധവനാണെന്ന് പറഞ്ഞ് 3-4 ദിവസം ഇവിടുത്തെ ടോപ്പ് 3 ചാനലുകൾ ചർച്ച ചെയ്തിരുന്നു. കാവ്യയുടെ അമ്മയാണ് ഇതിന്റെ പിന്നിൽ. വേങ്ങരയിൽ 50 ലക്ഷം രൂപ ഒരു നേതാവിന് കൊണ്ട് കൊടുത്തു. ഇത് ഗോൾച്ചൻ എന്ന് പറയുന്ന UAE ഒരാളുണ്ട്. NIA വരും. എന്തായി? അവസാനം പവനായി ശവമായി എന്ന് അക്കരെ മറ്റേ മോഹൻലാൽ ശ്രീനിവാസന് പറയുന്ന പോലെ എന്തൊക്കെ കള്ളമാണ് പറഞ്ഞത്. ഇനി ഒറ്റ ചോദ്യം തിരിച്ചു വെച്ചോട്ടെ, ഈ ചോദ്യം നിങ്ങളും കൂടെ റൈസ് ചെയ്യണേ. ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസ് എന്തായി? ദിലീപ് 4 പോലീസുകാരെ ഗ്രൂപ്പിലിട്ട് തട്ടാൻ ശ്രമിച്ചൊരു കേസുണ്ടല്ലോ, എന്തേ ആർക്കും അന്വേഷിക്കണ്ടേ? 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചെന്ന പേരിൽ ഇപ്പോഴും ആർക്കും വേദനയൊന്നുമില്ലേ? പോലീസ് കള്ളക്കേസ് എടുക്കുന്നതാണ്. നമ്പി നാരായണന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് തട്ടിപ്പ് കേസാണ് ദിലീപിൻ്റെത്. നമ്പി നാരായണനെ ഇന്ത്യയുടെ ചാരരഹസ്യം പാകിസ്ഥാന് ചോർത്തി കൊടുക്കാനാണെന്ന് പറഞ്ഞ് 50 ദിവസം ജയിലിലിട്ടു. ദിലീപിനെ 85 ദിവസം ജയിലിലിട്ടു. ഇതിന്റെ കാര്യം, പോലീസിൽ ഒരുപാട് പേർക്ക് തിരക്കഥ എഴുതാൻ നല്ല കഴിവുള്ളവരാണ്. അവരോടുള്ള ഏക റിക്വസ്റ്റ്, ദൈവത്തെ ഓർത്ത് സിനിമാ രംഗത്തേക്ക് വരണം. അതുകൊണ്ട് സിനിമാ രംഗത്തേക്ക് വരണം. നിങ്ങൾ പോലീസുകാരുടെ ചെയ്യരുത്. ഈ ചാരക്കേസ് നമ്മൾ കണ്ടു, ദിലീപിന്റെ കേസ് കണ്ടു, സ്ത്രീ ബന്ധമില്ലാത്തതുകൊണ്ട് കേസായിട്ടാണ് പറഞ്ഞത്, ശബരിമല തന്ത്രിയുടെ കേസ് കണ്ടു. പോലീസുകാര് നിക്ഷിപ്ത താല്പര്യം വെച്ച് കള്ളം പറയുവാണ്. ഇനി അത് വേറൊരു വിഷയം കൊണ്ട് പറയുന്നില്ല. എന്ത് ബോധ്യപ്പെടുത്തി? എന്ത് റിസൾട്ട്? എന്ത്? ഞാൻ ചിരിച്ചെന്താ, ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ,
എന്താ ചാർജ് എന്നറിയാമോ? ഈ ഇതുമായിട്ട് ബന്ധമില്ലാത്ത വിഷയമാണ്, പക്ഷേ അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്താ ഞാൻ ഒരു വരിയില്ല പറഞ്ഞു തീർക്കാം. എന്താ SITയുടെ ചാർജ് എന്നറിയാമോ? ശബരിമല തന്ത്രി അയ്യപ്പനോട് അനുമതി ചോദിച്ചില്ലെന്ന് SITക്കാർ അയ്യപ്പനോട് സംസാരിച്ച SITക്കാർ അയ്യപ്പന് മൊഴിയെടുത്ത ഈ മിനിമം ഉളുപ്പുള്ള, ഞാൻ SITയെ ഹൈക്കോടതി നിയമിച്ചുകൊണ്ടാണ് കടുത്ത വാക്കുകൾ ഉപയോഗിക്കാത്തത്. കുറച്ചെങ്കിലും നാണം, കുറച്ചെങ്കിലും ഒക്കെ വേണ്ടേ? ഇനി ഒരു കാര്യം കൂടെ വിടാല്ല, ഒരു കാര്യം കൂടെ. രാഹുൽ ഈശ്വറിനെ വിടാം. കോടതിയുടെ വിധി എന്താ? 2 തവണ നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്, 2 തവണ അബ്സല്യൂട്ട്ലി നത്തിങ് ഓൺ റെക്കോർഡ്. കോടതിയുടെ വിധി വന്നതല്ലേ? ഇനി എന്ത് ചെയ്യുമെന്നറിയാമോ? ഇനി ഈ കേസ് വിടാം, നമ്മുടെ വനിതാ കേസുകളിലേക്ക് വരാം. ഇവര് എന്നും അപ്പീൽ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പീൽ പൊയ്ക്കൊണ്ടിരുന്ന് സുപ്രീം കോടതിയിൽ നിന്ന് അവസാനം വരുമ്പോൾ ഒരാൾ 20 or 25 വർഷം കഴിയും. അതോടെ അയാളുടെ ജീവിതം ഇല്ലാതാകും. അയാൾക്ക് അതുവരെ കുറ്റക്കാരനായി ബ്രാൻഡ് ചെയ്യപ്പെടും, ലേബൽ ചെയ്യപ്പെടും. ശ്രീ ദിലീപിന്റെ കേസിൽ, മാഡത്തിന്റെ വ്യക്തിപരമായി പറയുന്നതല്ല, ശ്രീ ദിലീപിന്റെ കേസ് നോക്കൂ. കോടതി അയാളെ നിരപരാധിയായി വിട്ടിട്ട് സോറി ദിലീപേട്ട എന്നായിരുന്നു കേരളം പറയേണ്ടത്. സോറി ദിലീപേട്ട എന്ന് പറയുന്നതിന് പകരം ഇനി അടുത്തുണ്ടല്ലോ, ഇനി ഹൈക്കോടതി റിജക്ട് ചെയ്യുക, ഡിവിഷൻ ബെഞ്ച് ഉണ്ടല്ലോ, ഡിവിഷൻ ബെഞ്ചിന്റെ റിജക്ട് ചെയ്യുക, സുപ്രീം കോടതി ഉണ്ടല്ലോ, സുപ്രീം കോടതി റിജക്ട് ചെയ്യുക, ഹയർ ബെഞ്ച് ഉണ്ടല്ലോ. ഇനി എല്ലാം കൂടെ കഴിഞ്ഞ് പറയും, ആരുടെയും പേര് പറയുന്നില്ല, ഞങ്ങളുടെ ബോധ്യം ശ്രീ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയും. ആളുടെ നേതാവിന്റെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ബോധ്യം വെച്ചല്ലല്ലോ ഇന്ത്യയിലെ നിയമ സംവിധാനം വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ബോധ്യം വെച്ചല്ലല്ലോ. അപ്പോൾ ഞാൻ പത്രക്കാരെ പറഞ്ഞില്ല, ആരെ പറഞ്ഞത് മനസ്സിലായി കാണും. നിങ്ങളുടെ ബോധ്യം വെച്ചല്ലല്ലോ ഇന്ത്യയിലെ നിയമ സംവിധാനം വർക്ക് ചെയ്യുന്നത്. എന്ത് കള്ളത്തരമാണ് നടക്കുന്നത്. ഇനി ഒറ്റ നാളെ ശ്രീ ദിലീപ് നിങ്ങളുടെ സഹോദരനായിരുന്നെങ്കിൽ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളുടെ മകനായിരുന്നെങ്കിൽ, ഈ കള്ളക്കേസിൽ പെടുന്നവര് നിങ്ങളുടെ അച്ഛനോ സഹോദരനോ മകനോ ആയിരുന്നെങ്കിൽ അവരനുഭവിച്ച ട്രോമയെക്കുറിച്ച്, വേദനയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടോ? അവരുടെ ജീവിതം തകർന്നതിനെക്കുറിച്ച്. ഇനിയും ബാക്കി വിവാദ കേസുകളുണ്ട്. ഒരു എക്സാമ്പിൾ പറയാനാ, ഈ മുകേഷ് നായർ അനുഭവിച്ച വേദനയെക്കുറിച്ച്, ശ്രീ മുകേഷ് അനുഭവിച്ച വേദനയെക്കുറിച്ച്. മുകേഷിന് വീട്ടില് മക്കളൊക്കെ ഇല്ലേ? മുകേഷിന് വീട്ടിൽ അച്ഛനമ്മമാരില്ലേ? എന്നോട് ബാലേന്ദ്ര മേനോൻ സാർ പറഞ്ഞാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് പബ്ലിക്കായി പറയാന്നുള്ളതുകൊണ്ട് പറയാം. ശ്രീ ബാലേന്ദ്ര മേനോൻ സാർ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വ്യാജ പരാതി വന്നപ്പോൾ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല. കുറച്ചുകൂടെ കടുപ്പിച്ചാ പറയുന്നത്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്ന സമയത്താണ് എനിക്കെതിരെ ഈ വ്യാജ പരാതി വന്നിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല. നമുക്ക് വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ? നമുക്ക് വീട്ടിൽ ഭാര്യയും കുട്ടികളും സഹോദരിയും ഒന്നും ഇല്ലേ? പക്ഷെ എന്താ, അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിജീവിതയ്ക്ക് വേണ്ടി പോരാടിക്കോ, കള്ളം പറയണ്ട. ടാർഗറ്റ് ആൻഡ് ടാർണിഷ് ആണ്. നിങ്ങൾക്ക് നമ്മളെ മാധ്യമ പ്രവർത്തകർക്ക് ആൺകുട്ടികൾക്ക് ഇപ്പം ഗേൾസ് ഓൺലി ട്രിപ്പ് ഫ്രണ്ട്സ് കാണും, അല്ലെങ്കിൽ ഗ്രൂപ്പ് കാണും. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തില് ആണുങ്ങൾക്കെതിരെ എന്ത് ആരോപണം വന്നാലും ഇവിടെ ഒരു വിഷയമല്ല. ആ പയ്യൻ 6 വർഷമായിട്ട് പിരിഞ്ഞ് താമസിച്ച 2 ദമ്പതിമാരാണ്. അതിന്റെ ആ കുട്ടിക്ക് പീഡനം ഉണ്ടായി, ആ കുട്ടി ആത്മഹത്യ ചെയ്താൽ ശരി. കുട്ടിയുടെ അമ്മ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? നിങ്ങൾ ആരെങ്കിലും ആ ചോദ്യം ചോദിച്ചോ? ഇവിടെ ഇല്ല. കുട്ടിയും കുട്ടിയുടെ അമ്മയോട് ആത്മഹത്യ ചെയ്തു. അത് നിങ്ങൾ പറയുന്നത് എന്താണ്? അത് ഗാർഹിക പീഡനമാണ്. ആ കുട്ടിയുടെ മരണ കുറിപ്പിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, എന്റെ സ്വത്തുക്കളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ വസ്തുക്കളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഒരു വിജിലൻസ് ബെഞ്ച് കമ്മീഷന്റെ ആവശ്യം, അല്ലാതെ ആ കുട്ടിക്ക് എഗനിസ്റ്റ് ആയിട്ടല്ല. ഇങ്ങനൊരു സാഹചര്യം നാളെ നമുക്കോ നമ്മുടെ മക്കൾക്കോ വരുമ്പോൾ മാത്രമേ നിങ്ങൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവത്തുള്ളൂ. അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ആരും ഡിഫോം ചെയ്ത് ഒന്നും പറഞ്ഞിട്ടില്ല, അത് മനസ്സിലാക്കുക. ഞാൻ ഒരു കാര്യം കൂടി ഇതിനോട് ആഡ് ചെയ്തോട്ടെ. കുട്ടികൾ മാഡം, ഇൻഫർമേഷൻ ഫ്രം വെയർ? കറക്റ്റ്. ആ സോഴ്സുകൾ വെരിഫൈഡ് ആണോ വാലിഡേറ്റഡ് ആണോ നോക്കണ്ടേ? അങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ പറയാം. മാഡം, ആ ഇൻഫർമേഷൻ നിങ്ങളെ പറ്റിക്കുകയാണ്. ഞാൻ ഒറ്റ വരി പറയാം. ദിലീപും പൾസർ സുനിയും ഉള്ള വ്യാജ ഫോട്ടോഷോപ്പ് എന്ന് പോലീസ് നിങ്ങളെ പറ്റിച്ചതാണ്, നിങ്ങളെ മണ്ടന്മാരാക്കിയതാണ്. അതായത് പോലീസുകാർ നിങ്ങളെ ഫോൺ വിളിച്ച് അവരുടെ 2ാമത്തെ ഫോണിൽ നിന്ന് വിളിച്ചു, ഉഗ്ര ഒരു സ്കൂപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ദിലീപും പൾസർ സുനിയോടുള്ള ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ ഉപയോഗിച്ചതാണ്, നിങ്ങളെ പറ്റിച്ചതാണ്. തിരിഞ്ഞ് സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കുക. എന്തായാലും ദിലീപും പൾസർ സുനിയുള്ള ഫോട്ടോ ദിലീപ് അല്ലല്ലോ തന്നത്, പോലീസുകാരല്ലേ തന്നത്, ആ പ്രത്യേക ഉദ്യോഗസ്ഥനല്ലേ തന്നത്. തിരിഞ്ഞ് ആലോചിച്ച് നോക്കുക. 7 വർഷം മുമ്പ് അയാളും അയാളുടെ കൂടെ നിൽക്കുന്ന പോലീസുകാരും കുറച്ച് മണ്ടന്മാരായ മാധ്യമ പ്രവർത്തകരുണ്ട്, അവർക്ക് നമുക്ക് ഫോട്ടോ എടുക്കാം, അവന്മാര് കത്തിച്ചോളും, ചർച്ച ചെയ്തോളും എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചതാണ്.
ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, പോലീസ് വ്യാജ ഫോട്ടോഷൂട്ട് ചെയ്തു, അങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ടോ? പോട്ടെ, ഞാൻ പറഞ്ഞത്, ഇനി ഇതേപോലുള്ള കേസുകളിൽ നിങ്ങളോട് പോലീസുകാർ തരുന്ന ഇൻഫർമേഷൻ കള്ളമാണ്. കാര്യം ഇനി അതിന്റെ റീസൺ കൂടെ പറയാം. പോലീസ് കേസ് സ്ട്രോങ് ആക്കാൻ മാധ്യമങ്ങളെ ഉപയോഗിക്കുകയാണ്. അതായത് കേസിന് സ്ട്രെങ്ത് ബിൽഡപ്പ് ചെയ്യാനും സോഷ്യൽ പ്രഷറും. ഇതിന്റെ ഏറ്റവും വലിയ അപകടം, കോടതിയിൽ ഒരു വാക്കുണ്ട്, വേണം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശമാണ്. എന്തു വലിയ കള്ളമാണ്! പൊതുസമൂഹത്തിന് സന്ദേശം കൊടുക്കാനോ കൊടുക്കാതിരിക്കാനാണോ ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്നത്? ഈ പ്രഷർ ജഡ്ജിക്ക് മേൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി എന്റെ കേസ് പറയാമല്ലോ, വേറെ ആരുടെയും പറയുന്നില്ല, വിവാദം വേണ്ട. എന്റെ കേസിൽ രാഹുൽ ഈശ്വർ ആദ്യം പറഞ്ഞു ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്ന്. അപ്പം ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടില്ലെന്ന് എവിഡൻ്റായി മനസ്സിലായി. ഞാനൊരു AI ഫോട്ടോ ഇട്ടത്. 2 ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യില്ല. നടന്ന സംഭവം പോലീസ് കോടതിയിൽ പോയി വാദിച്ചു. ഇയാൾ ആ പെൺകുട്ടിയെക്കുറിച്ച് മോശം പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അഡ്വക്കേറ്റ് എണീച്ചു നിന്ന്, സാർ എന്ത് മോശം പറഞ്ഞു? അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് മോശം പറഞ്ഞു? നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കള്ളമാണ് ചെയ്യുന്നത്. കാര്യം ഇലക്ഷൻ തീരുന്നവരെ എന്നെ ജയിലിലിടണം, ഇത്രേ ഉദ്ദേശമുള്ളൂ. വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇലക്ഷൻ തീരുന്നവരെ എന്നെ ജയിലിലിടണം. എന്നിട്ട് പ്രോസിക്യൂഷൻ എൻ്റെ അവസാനം പോലീസുകാർ 11-ാം തീയതി ഇലക്ഷൻ തീരുന്ന ദിവസം എനിക്ക് ജാമ്യം നൽകിക്കോട്ടെ, നീ സഹകരിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു. ആ ദിവസം അവിടുത്തെ പ്രോസിക്യൂട്ടർ വന്ന് പറയുകയാണ്, എനിക്ക് പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയില്ല. എൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. പോലീസുകാർ പറയുകയും ചെയ്തു. അപ്പം പോലീസുകാർ ഇയാളെ വിളിച്ചു ചോദിച്ചു, എന്താ, അതായത് കോടതിയിൽ വന്ന് പച്ചക്കള്ളം പറയുകയാണ്, എനിക്ക് പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല. അവനൊരു 4 ദിവസം കൂടെ കിടക്കട്ടെ, 11 രാവിലെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അവനൊരു 4 ദിവസം കൂടെ കിടക്കട്ടെ. വേറൊരാളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പലരെയും പിടിച്ചത്. ഇനി എൻ്റെ ഫ്ലിപ്പ് സൈഡ് പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു സൈഡ് പറയാം. ഇതാണ് ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ അവിടുത്തെ തീവ്ര വലതുപക്ഷ ഗവൺമെന്റുകൾ യൂസ് ചെയ്യുന്നത്. പാവപ്പെട്ട പിന്നോക്കക്കാർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ പോയ കന്യാസ്ത്രീകളെ 9 ദിവസം ജയിലിലിടുന്നതും സിദ്ദിഖാപ്പൻ 1.5 വർഷം ജയിലിൽ കിടക്കുന്നതും കുറ്റം ചെയ്യാൻ പോയി എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. കുറ്റം ചെയ്തു എന്നല്ല കേട്ടോ, ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിദ്ദിഖാപ്പന്റെ കേസിൽ കുറ്റം ചെയ്യാൻ പോയി എന്ന് പോലീസ് കണ്ടുപിടിച്ച് 1.5 വർഷം ജയിലിലിടുന്നത്. ഇങ്ങനെയാണ് 5 വർഷമൊക്കെ പല ആൾക്കാരും വിചാരണയില്ല ജയിലിൽ കിടക്കുന്നത്. നമ്മുടെ നാട് അങ്ങനെ ആകരുത്. നമ്മുടെ നാട് ലോ വെച്ച്, റൂൾ ഓഫ് ലോ, അതാണ് പറയുന്നത്, റൂൾ ഓഫ് ലോ വെച്ച് പോകണം. ആ റൂൾ ഓഫ് ലോ പ്രകാരം ശ്രീ ദിലീപ് അല്ലെങ്കിൽ ഈ പോട്ടെ, അവരുടെയൊക്കെ വേറെ കേസുകളാണ്. മുകേഷിനെ പറയാമല്ലോ. മുകേഷ് അടക്കമുള്ള ഒരുപാട് അതിജീവിതന്മാരുണ്ട്. ഈ വിവാദ കേസ് വരുമ്പോൾ നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയവും മറ്റും വരും. അതുകൊണ്ട് വേണ്ട, മുകേഷ് ഉണ്ടല്ലോ, മുകേഷ് അങ്ങനെ പ്രത്യേകിച്ച് പ്രകടമായിട്ട് രാഷ്ട്രീയമൊന്നുമില്ല. മുകേഷിനെ പോലുള്ള ഒരുപാട് അതിജീവിതന്മാർ പെട്ടുപോകും. ഇനി മുകേഷ് തന്നെ പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. മുകേഷ് എന്നെക്കുറിച്ച് കൊണ്ട് വിചാരിച്ചിരുന്നു ഇയാൾക്ക് വട്ടാണോ മെൻസ് കമ്മീഷനുമായിട്ട് ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. ഞാൻ ദുബായിലായിരുന്നപ്പോൾ മുകേഷ് എന്നെ വന്ന് കണ്ടു. എനിക്ക് മുകേഷിനെ ഇഷ്ടമാണ്, മുകേഷിന്റെ ചില വീഡിയോസ് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഞാൻ ആലോചിച്ച് കണ്ടെത്തി പറയുന്നതൊന്നുമല്ല. എനിക്ക് നേരെ കുമാരി ഹണി റോസും ബാക്കിയുള്ള 1-2 പേരും പരാതി കൊടുത്തപ്പോഴാണ് എനിക്ക് എൻ്റെ പൊള്ളൽ മനസ്സിലായത്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേയുടെ ഓരോ 10 മിനിറ്റ് എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് TV വാർത്ത വന്നു. മോൻ്റെ അതായത് മകന് അന്ന് 8 വയസ്സ് 7 വയസ്സും ആവുകയാണ്. അപ്പോൾ മകൻ്റെ ബർത്ത്ഡേക്ക് മകൻ്റെ സ്കൂളിലെ 10 വേറെ പിള്ളേരുണ്ട്, അവരുടെ പേരൻസ് ഉണ്ട്, അവരുടെ ഫ്രണ്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യും എന്ന് എനിക്കൊരു പേടി വന്നു. കാര്യം മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ഓരോ 10 മിനിറ്റ് ഞാൻ വെളിയിൽ ജനലിൽ വന്ന് നോക്കും, ഭഗവാനെ പോലീസുകാർ വരുമോ. എൻ്റെ ഏക ആഗ്രഹം അറസ്റ്റ് ചെയ്യുന്നതിന് പേടിയൊന്നുമില്ല, അതെനിക്ക് പുത്തരിയല്ല, പലതവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മകന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട് വെച്ച് അറസ്റ്റ് ചെയ്താൽ അവൻ അത് പിന്നീട് ഒരു വലിയ പ്രശ്നമാവുമോ, അവന് സ്കൂളിൽ നാണക്കേടാവുമോ, ഇതാണ് എൻ്റെ ചിന്ത. ആ ഒരു പ്രമുഖ നടി പറഞ്ഞത്, ഇയാളുടെ വാക്കുകൾ എന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു, എനിക്ക് മാനസികമായ ആഘാതം ഉണ്ടാക്കി. ഇതും ഈ കൗതുകോട് പറഞ്ഞ് അവസാനിക്കുക. ഇത്രയൊക്കെ പറയുന്ന എൻ്റെ മറ്റന്നാൾ എൻ്റെ ബെയിൽ ക്യാൻസൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കേരള പോലീസ് വീണ്ടും പോയിട്ടുണ്ട്. 16-ാം തീയതിയാണ് എൻ്റെ വെർഡിക്റ്റ്. രാഹുൽ ഈശ്വറിന്റെ കേസ്. കാര്യം രാഹുൽ ഈശ്വറിന്റെ വീഡിയോകൾ എനിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു. കാണാതിരുന്നാ പോരെ. രാഹുൽ ഈശ്വറിന്റെ വീഡിയോ എനിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഈ ആള് കേസ് കൊടുത്തിട്ടുണ്ട്. 16-ാം തീയതി എൻ്റെ ബെയിൽ ക്യാൻസൽ ചെയ്യില്ലോ എന്ന് 16-ാം തീയതി അറിയാം. കാര്യം ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് കള്ളം പറയുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് കള്ളം പറഞ്ഞ് ചില ആൾക്കാർ വ്യക്തിവിരോധം തീർക്കും, പക തീർക്കും. അപ്പൊ ഇതാണ് അതിലെ പ്രശ്നം. ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പെട്ടെന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ല. ഒരു മാധ്യമ പ്രവർത്തകന്റെ കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അമൽ വിശുദ്ധ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടായിരിക്കും. പുള്ളി കൂടെ ജോലി ചെയ്ത ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹമായിരുന്നു. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി. ആ പെൺകുട്ടി പരാതി കൊടുത്തു. പുള്ളി കുറേ നാൾ ജയിലിൽ കിടന്നായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ആദ്യം ഒരുപക്ഷെ ഓർമ്മയാണ്. ട്രിവാൻഡ്രം ബ്യൂറോയിൽ ഉണ്ടായിരുന്നു, മാതൃഭൂമിയിൽ വർക്ക് ചെയ്ത ആളാണ്. പുള്ളി കുറേ നാൾ ജയിലിൽ കിടന്ന ആളാണ്. എന്താണ് ഇത് തന്നെയാണ് സംഭവിച്ചത്. കുറേ നാൾ അവർക്ക് അദ്ദേഹത്തിന്റെ പേരോടെ പറയേണ്ടതിന് വിഷമമുണ്ട്. പക്ഷെ നിങ്ങൾ കണക്ട് ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത് അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തൊരു മാധ്യമ പ്രവർത്തകയാണ്. പരാതി കൊടുത്ത് എന്താണ്, അദ്ദേഹം എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ്.
ബ്രേക്കപ്പ് ആയതാണ്. പക്ഷെ അദ്ദേഹം കുറെ നാൾ ജയിലിൽ കിടന്നു, പിന്നെ കോടതിയിലൊക്കെ പോയി, പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫ് ആസ് എ ജേർണലിസ്റ്റ് മാതൃഭൂമിയിൽ വളരെ വളരെ നന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുന്ന അല്ലെങ്കിൽ വാർത്തകൾ കൈകാര്യം നല്ലൊരു ആങ്കർ കം ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹമൊക്കെ അതിജീവിതനാണ്. പക്ഷെ അദ്ദേഹം ഇനി കുറച്ചുകൂടെ പോപ്പുലർ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് അറിയേണ്ട ഒരാളാണ്, മുതിർന്ന ആൾക്കാർക്ക് ഓർമ്മ കാണും, ഗൗരിദാസൻ നായർ, ഹിന്ദുവിന്റെ ഏറ്റവും പ്രൊഫൈൽ ഉണ്ടായിരുന്ന ഒരു എഡിറ്റർ. ഇദ്ദേഹത്തെക്കുറിച്ച് പേര് പറയാതെ ഒരു സ്ത്രീ ഒരു ബ്ലോഗ് എഴുതി, ഇയാൾ ഞങ്ങൾക്ക് നേരെ ഫേസ്ബുക്കോ അഡ്വാൻസ് ചെയ്തു, ഇതാണ് ആരോപണമേ, അഡ്വാൻസ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അഡ്വാൻസ് ചെയ്തു. താഴെ വേറൊരാൾ വന്ന് പേരെഴുതി ഇയാളല്ലേ എന്ന്. പുള്ളി VRS എടുത്തു, ജോലി പോയി, ഇല്ലസ്ട്രീസ് ആയിട്ടൊരു കരിയർ. ഞാനൊക്കെ യങ്സ്റ്റേഴ്സ് ആയിരിക്കും, ഗൗരിദാസ് നായർ സാർ വന്നു എന്ന് പറഞ്ഞാൽ താഴെ വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേഴി എണീച്ച് നിൽക്കും. ഭയങ്കര പ്രൊഫൈലുള്ള ചാനൽ ചർച്ചകളിലെല്ലാം കത്തിയുന്ന മനുഷ്യൻ എവിടെ പോയി? ഒരു ആരോപണം വന്നു, തീർന്നു. ആ ആരോപണം എന്താ? അഡ്വാൻസ് ചെയ്തു. അങ്ങനെ ആരുടെയെങ്കിലും ഒരു പരാതിയിൽ എരിഞ്ഞടങ്ങേണ്ടതല്ല നമ്മൾ ഒരു പുരുഷന്റെയും ജീവിതം. അതുകൊണ്ട് ഇത് ഓരോ പുരുഷനും ഓരോ പുരുഷന്മാരെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. പറ്റുമെങ്കിൽ ഈ 2 മുതൽ 6 വരെ നമ്മുടെ ഈ ക്യാമ്പുണ്ട്. സെൻട്രൽ കലൂർ പാർക്ക് സെൻട്രൽ ഹോട്ടൽ, ഇതേപോലത്തുള്ള ക്യാമ്പിൽ പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ നേരിടാം, മനഃശാസ്ത്രം, നിയമം അടക്കമുള്ള മേഖലകളിലെ ക്ലാസ് ഉണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്, പക്ഷേ സ്വന്തം മോനെതിരെയും സ്വന്തം അച്ഛനും സഹോദരനുമെതിരെ കേസ് വരുമ്പോഴേ ആ പൊള്ളൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. പിന്തുണയ്ക്കുക. താങ്ക് യു. ഞാനേ ഇത് മറ്റൊരു വിഷയമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, പുരുഷ കമ്മീഷൻ ഏത് പാർട്ടി തരുന്നോ, പുരുഷ കമ്മീഷന്റെ ബില്ലാണിത്. രാജ്യസഭയിൽ ഓൾറെഡി അവതരിപ്പിച്ച കാര്യമാണ്. പറയുമ്പം മിസ്കോട്ട് ചെയ്യരുത്, കൃത്യമായിരിക്കണം. പുരുഷ കമ്മീഷൻ തരുന്ന ഏതൊരു പാർട്ടിയോടും സഹകരിക്കുകയും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അത് കക്ഷി രാഷ്ട്രീയം വെച്ചിട്ടല്ല. രാജ്യസഭയിൽ ഓൾറെഡി അവതരിപ്പിച്ചത് ആപ്പാണ്, ആപ്പിന്റെ MP ആണ്, ഡോക്ടർ അശോക് കുമാർ മിത്തലാണ് അവതരിപ്പിച്ചത്. കേരളത്തിൽ നിയമസഭ പ്രിന്റ് ചെയ്ത ഈ പുരുഷ കമ്മീഷൻ ബില്ല് ശ്രീ എൽദോസ് കുന്നപ്പള്ളി തയ്യാറാക്കിയ പ്രൈവറ്റ് മെമ്പർ ബില്ല് അല്ലെങ്കിൽ സമാനമായൊരു ബില്ല് പുരുഷ കമ്മീഷൻ തരുന്ന ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ടും ഞാൻ പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണ്. എൻ്റെ ഒരേ ഒരു കണ്ടീഷൻ പുരുഷ കമ്മീഷനാണ്, അല്ലാതെ രാഷ്ട്രീയമല്ല. എനിക്ക് അങ്ങനെ കക്ഷി രാഷ്ട്രീയമില്ല, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമല്ല. പക്ഷേ പുരുഷ കമ്മീഷൻ തരികയാണെങ്കിൽ അവരോട് നമ്മൾ ഞാനല്ല, ഇനി ഒരു കാര്യം കൂടെ, ഞാനെന്നല്ല, നമുക്കെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ കാണും കേട്ടോ. എല്ലാവരും ഓരോരോ പാർട്ടി ആയിരിക്കും. ഞാൻ ഡീറ്റെയിൽസ് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ എന്നോട് സംസാരിച്ചവരോട് ഞാൻ പറഞ്ഞ ഒരേ ഒരു കണ്ടീഷൻ, ഒരേ ഒരു കാര്യം, നിങ്ങൾ എനിക്ക് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി എന്ത് ക്യാമ്പയിനോ സാധനങ്ങളോ ചെയ്യാൻ കാര്യം ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല. പുരുഷ കമ്മീഷൻ തരുന്ന ഏത് പ്രസ്ഥാനവുമായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ടും ഞങ്ങൾ എല്ലാവരും സഹകരിക്കും. അത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്, അതിൽ കക്ഷി രാഷ്ട്രീയമില്ല. പുരുഷ കമ്മീഷൻ തരുന്ന ഏതൊരു പ്രസ്ഥാനവുമായിട്ടും സഹകരിക്കുമെന്നാണ് എന്നോട് സംസാരിച്ചവരോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. എന്നെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ സന്തോഷം, അഭിമാനം. പക്ഷേ പുരുഷ കമ്മീഷനാണ് പ്രധാനം. കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗത്തേക്കല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസി അല്ല. പകരം പുരുഷ കമ്മീഷൻ തരികയാണെങ്കിൽ നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും അവർക്ക് തരാം. MLA ആകുക അല്ല എൻ്റെ ഉദ്ദേശം, പുരുഷ കമ്മീഷണർ ആകുക അല്ല എൻ്റെ ഉദ്ദേശം. പുരുഷ കമ്മീഷൻ നാട്ടിൽ വരിക മാത്രമാണ് ഉദ്ദേശം. എനിക്കിതിൽ സാധനം ഒന്നും വേണമെന്നില്ല, എനിക്ക് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുരുഷ കമ്മീഷൻ വേണം. അത് തരുന്ന ഏത് പാർട്ടിയാണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയെ നമ്മൾ പിന്തുണയ്ക്കും, സഹകരിക്കും. പുരുഷ കമ്മീഷൻ പ്രതീക്ഷിക്കാന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ ഒരുപാട് പേര് നമ്മുടെ എല്ലാ ജില്ലകളിലും നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഒരു കാര്യം കൂടെ, എന്താ അറിയോ, രാഷ്ട്രീയപരമായ തെറ്റ്, പ്രത്യേക ഇലക്ഷൻ കാരണം എല്ലാ ജില്ലകളിലും കേരളത്തിൽ ഗ്രൂപ്പുണ്ട്. കേരളത്തിന്റെ വെളിയിൽ ഏകദേശം 7 രാജ്യങ്ങളിൽ ഗ്രൂപ്പുണ്ട്, മിഡിൽ ഈസ്റ്റ്, UK, അയർലാൻഡ് അടക്കമുള്ളത്. നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുന്നത് പുരുഷ കമ്മീഷൻ ഒരു അജണ്ടയായിട്ട് മുമ്പോട്ട് വെക്കുന്ന ഏത് പാർട്ടിയോ ആ പാർട്ടിയോട് നമ്മൾ ശക്തമായി സഹകരിച്ച് മുമ്പോട്ട് പോകും. ഇത് നിയമസഭ എടുത്ത ബില്ലാണ്, നിങ്ങൾ പ്രസന്റ് ചെയ്താൽ. മറ്റൊരു കാര്യം കൂടെ, ഞങ്ങളെ ഈ പ്രസ്ഥാനവുമായിട്ട് ഇന്ന് നേരിട്ട് ബന്ധപ്പെടുന്ന ഏകദേശം തന്നെ ഒരു 10,000 കണക്കിന് ആൾക്കാരുണ്ട്. ഞങ്ങളെ നേരിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും അല്ലാതെയായിട്ട്. പക്ഷേ ഈ ഒരു ഐഡിയോളജിയിൽ വളരെയധികം അനുഭവം പ്രകടിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് പുരുഷന്മാർ ഇന്നുണ്ട്. അവരൊന്നും ഏതാണ്ട് ഏകീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നാൽ ഇന്ന് ഇലക്ഷനെ, അതായത് ആര് ഭരിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഒരു പക്ഷേ ഇന്ന്
ഈ വക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാരായിരിക്കും. അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഇവരെ എല്ലാം ഞങ്ങൾ 67 MLA മാരെ ഓൾറെഡി പേഴ്സണലി കണ്ടു. പുരുഷ കമ്മീഷനാണ് നമ്മുടെ അജണ്ട, വ്യക്തിപരമായ എന്റെ സീറ്റ് അല്ല.